മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദർഭം കൂടെ ദൈവം എനിക്കും നിങ്ങൾക്കും നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അയർലൻഡ് ഡബ്ലിൻ സഭയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച നിങ്ങൾക്ക് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പ്രത്യേക സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു, സ്വാഗതം അറിയിക്കുന്നു. ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്നായിരിക്കുന്നത് ദൈവനാമ മഹത്വത്തിന് കാരണമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ബ്രദർ റോയിസ് കറിയ കുമളിയിൽ നിന്ന് നാം കേട്ട വചനം നിങ്ങളൊരു പക്ഷേ ഓർക്കുന്നുണ്ടായിരിക്കും. ദൈവമക്കൾ എങ്ങനെ കഷ്ടതയെ കാണണം എന്നുള്ളൊരു ടോപ്പിക്കിലായിരുന്നു ദേവദാസൻ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത്. കൂത്തുകാഴ്ചയായിട്ട് അനേക ദൈവമക്കളാകുന്നു. പൗലോസ് പറഞ്ഞതുപോലെ അനേകർ ഭോഷന്മാരായി തീരുന്നു, അനേകർ ചപ്പും ചവറും പൗലോസിനെ അനുകരിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ളതായ എല്ലാ പരിഹാസങ്ങളുടെയും മധ്യത്തിൽ ദൈവമക്കൾ എങ്ങനെ സന്തോഷമായി സമാധാനമായി ജീവിക്കണമെന്നുള്ള ഒരു വലിയ പാഠമാണ് കഴിഞ്ഞ ആഴ്ച നമ്മെ ദൈവദാസനെ ഓർപ്പിച്ചത്. ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അല്പമായി ഞാൻ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് ഹൗ ടു ഓവർകം എ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഇൻ ലൈഫ്. ഈ നാടുകളിലൊക്കെ നാം കേൾക്കുന്ന വചന ശുശ്രൂഷകൾ അതുതന്നെയാണല്ലോ. കാരണം എങ്ങനെ പ്രതിസന്ധികളെ നമുക്ക് നേരിടുവാൻ സാധിക്കും എന്നുള്ള ചിന്തകളാണ് എല്ലായിടത്തും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുൻപ് പത്തനംതിട്ട കൺവെൻഷൻ ഞങ്ങൾ ഉണ്ടായിരുന്നു. പ്രതിസന്ധികളിൽ പ്രത്യാശയോടെ എന്നുള്ള ഒരു തീം എടുത്തിട്ടാണ് അവർ അവിടെ മെസ്സേജുകൾ തരുന്നത്. അപ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്ന മെസ്സേജുകൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ കൂടെ പ്രത്യേകിച്ച് കടന്നു പോകുമ്പോൾ നാം എങ്ങനെ അതിനെ തരണം ചെയ്ത് മുൻപോട്ട് ജീവിപ്പാൻ സാധിക്കും എന്നുള്ള ചിന്തകളാണ് ദൈവം നമുക്ക് പ്രത്യേകം നൽകി തരുന്നത്. വിശേഷിച്ച് ഈ കാലയളവിൽ ദൈവം തൻ്റെ വചനം വളരെ അനുഗ്രഹത്തോടെ എനിക്ക് നിങ്ങൾക്കും നൽകി തരുന്നുണ്ട്. ഇങ്ങനൊരു സന്ദർഭം നമുക്ക് ഒക്കത്തില്ലായിരുന്നു. അല്ലെങ്കിൽ എനിക്കിപ്പോൾ അയർലൻഡ് വന്ന് നിങ്ങളോട് സംസാരിക്കാനോ അല്ലെ കേരളത്തിലുള്ളവർക്കിപ്പം അയർലൻഡ് സഭയിൽ വന്ന് പെട്ടെന്ന് ഈ മീറ്റിംഗ് കേൾക്കാനോ വന്നു. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടു. പക്ഷേ ഒരു പത്തനംതിട്ട കൺവെൻഷൻ ഞാൻ കണ്ടു, ഒരു 480-500 പേരടുത്ത് വരിക എന്ന് പറഞ്ഞാൽ ഒരു കൺവെൻഷന് ഒരു പക്ഷെ അത്രയും വന്നിരിക്കത്തില്ല. അപ്പോൾ അതിനേക്കാളുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ കർത്താവിൻ്റെ വചനം കേൾപ്പാനുള്ള കൃപ ലോകമൊട്ടാകെ ദൈവം നൽകി തന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എബ്രഹാം തോമസും ഞാനും ഒക്കെ പോകുന്നിടത്തൊക്കെ ഞങ്ങളുടെ ക്ലിപ്പിങ്സ് ഒക്കെ കാണിക്കാൻ ഞങ്ങൾ പ്രൊജക്ടറും ലാപ്ടോപ്പും എല്ലാം വലിച്ചുകൊണ്ടൊക്കെ പോകണം അല്ലേ. ഇപ്പോൾ ഒന്നും വേണ്ട, എല്ലാം എവറിത്തിങ് ഈസ് സെറ്റ് റെഡി ഫോർ യു അല്ലേ. എല്ലാം അനുഗ്രഹത്തോടെ ഇപ്പോൾ വചനമെന്ന് പറയണമെങ്കിൽ വേഴ്സസ് എടുത്ത് വായിക്കാൻ നമുക്ക് സ്ലൈഡ്സിൽ കൂടെ സാധിക്കുന്നു, പവർ പോയിന്റിൽ കൂടെ സാധിക്കുന്നു. അല്പം ഒരു ചെറിയൊരു നോളജ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈയിടത്തെ എല്ലാ മെസ്സേജുകളിലും പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആ ടെക്നോളജി ഉപയോഗിക്കാനുള്ള കൃപ കർത്താവ് നമുക്കൊക്കെ നൽകി തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഒരു സന്ദർഭത്തിൽ ദൈവത്തിന് എല്ലാത്തിനും നമുക്ക് നന്ദി പറയുവാൻ തക്കവണ്ണം സാധ്യതകളുണ്ട് എന്ന് പ്രത്യേകം ഓർക്കുകയാണ്. ഇന്ന് നമ്മുടെ ടോപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത്, സമയം കുറവ് മൂലം ഞാൻ പെട്ടെന്ന് കടന്നു പോകട്ടെ. ഇന്ന് നാം ചിന്തിപ്പാൻ എടുത്തിരിക്കുന്ന വിഷയം ഓവർകമ്മിങ് എ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. പ്രതികൂലങ്ങളെ അതിജീവിച്ച ദാനിയേലിൻ്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ അടർത്തിയെടുത്ത് ഇന്നൊന്ന് പറയുവാൻ തക്കവണ്ണം പ്രത്യേകാൽ വിചാരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്ക് തന്നെയാണ്, വിഷയങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഈ ഒരു സന്ദർഭത്തിൽ എനിക്കും നിങ്ങൾക്കും അത് എപ്രകാരം അത് മീനിങ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിന്, അത് മാത്രം ഒന്ന് പറയുവാൻ തക്കവണ്ണമാണ് ഞാൻ പ്രത്യേകാൽ ഓർക്കുന്നത്. പ്രത്യേകിച്ച് ലോകം വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മളത് ഓർത്തു, ഇന്നും പ്രാർത്ഥനയിൽ നമ്മളത് ഓർത്തു. ഏതാണ്ട് 230-ൽ പരം ദേശങ്ങളിൽ കോവിഡ് ബാധിച്ച് ഒരു പ്രതിവിധിയും കാണാത്തൊരവസ്ഥ. ഇതിനൊക്കെ അത് വരുന്നുണ്ട്, ഇഞ്ചക്ഷൻസ് വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും എത്രമാത്രം അത് നടപ്പാകുമെന്ന് നമ്മൾ അറിയുന്നില്ല, അല്ലെങ്കിൽ അത് എത്രമാത്രം സക്സസ് ആയിരിക്കുമെന്ന് നാം കാണുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചിന്താവിഷയം UK-യിൽ അത് ഒരു പുതിയ രീതിയിലേക്ക് അത് മാറുകയാണ്. അപ്പോൾ അത് ലോകമൊട്ടാകെ പടരുവാൻ തക്കവണ്ണം പോകുന്ന ഒരു പുതിയ കോവിഡ്. അപ്പോൾ എങ്ങനെ ഇതിനെയൊക്കെ തരണം ചെയ്യാം എന്നുള്ള
ഒരു ദൈവ പൈതലിന് എങ്ങനെ ഇതിലൊക്കെ ആശ്വാസം കണ്ടെത്താം, അല്ലെ എങ്ങനെ അതിനെ സഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകാമെന്നുള്ള ചില ചിന്തകളാണ് ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് പ്രത്യേകാല് ഇന്ന് നമുക്ക് ദൈവം തരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. സോ നമ്മളെല്ലാം ഇതിനെ തരണം ചെയ്യുകയാണ്, ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യാണ് ലോകത്തിൽ എവിടെയായാലും. ഇപ്പോൾ ഇവിടെ അമേരിക്കയിൽ, മറ്റേ അമേരിക്കയൊക്കെ പറഞ്ഞാൽ മോഡേൺ കൺട്രി ആയിരുന്നു, അവിടെ പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടാകത്തില്ലെന്നുള്ള ചിന്ത. എന്നാൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചത് തന്നെ. ഇപ്പോഴും ഞങ്ങൾക്ക് ചുറ്റുപാട്, ഞാനിപ്പോൾ പിറ്റ്സ്ബർഗിലാണ്, കഴിഞ്ഞ 10 മാസങ്ങളായിട്ട് ഞങ്ങൾക്ക് മടങ്ങി പോകാൻ പോലും സാധിച്ചില്ല. ഫ്ലൈറ്റ്സ് ഒക്കെ ക്യാൻസലായി. പിന്നെ ഇരുന്ന് ദൈവം എന്ന് വെച്ചാൽ ജനുവരി ഞങ്ങൾ മടങ്ങി പോകാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും കർത്താവ് കരുതുന്നു, പരിപാലിക്കുന്നു. അപ്പോൾ അവൻ്റെ അവിടുത്തെ വലിയ മഹത്വത്തെ ഓർത്ത്, ആ ദൈവത്തിൻ്റെ വലിയ കൃപകളെ ഓർത്ത് നമുക്ക് നന്ദി പറയുവാൻ തക്കവണ്ണം ധാരാളം വസ്തുവകകളുണ്ട്. ഇന്ന് മാത്രമല്ല, അല്ല ഇക്കാലത്ത് മാത്രമല്ല, പഴയ നിയമ സമയത്തും പുതിയ നിയമസഭയത്തും ദൈവമക്കൾ, ദൈവദാസന്മാർ ഇങ്ങനെയുള്ളതായ കഷ്ടതകളിൽ കൂടെ, അനേക കഷ്ടതയിൽ കൂടെ കടന്നുപോയി എന്ന് നാം കാണുന്നുണ്ട്. ദൈവവചനം ആദ്യോടൊന്നും പഠിക്കുമ്പോൾ അനേക ദൈവദാസന്മാരെ പറ്റി, കഷ്ടതയിൽ കൂടെ കടന്നു പോകാത്ത ആൾക്കാർ ഇല്ലായിരുന്നു. നമുക്ക് ജോസഫിന്റെ ചരിത്രം നമുക്കറിയാം. അത്രമാത്രം കഷ്ടതയിൽ കൂടെ പോയ ഒരു വ്യക്തി ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. 13 നീണ്ട വർഷങ്ങൾ എത്രമാത്രം അന്ധകാരത്തിൽ, പ്രയാസങ്ങളിൽ, പ്രതികൂലങ്ങളിൽ കഴിഞ്ഞ ജീവിതമായിരുന്നു യോസഫിൻ്റെത്. ദാവീദ് രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ട് പോലും ആ സീറ്റ് ലഭിക്കാതെ ഒളിച്ചോടി മരുഭൂമിയിലും ഗുഹകളിലും പാർത്ത ദാവീദിനെ നാം കാണുന്നുണ്ട്. ശദ്രക്ക്, മേശക്ക്, അബേദ്നഗോ അല്ലേ, എത്ര പരിതാപകരമായ അവസ്ഥകളിലേക്കൊക്കെ അവർ കടന്നുപോയതാണ്. എന്നാൽ എത്ര സധൈര്യം അവർക്ക് മുൻപോട്ട് വരുവാൻ തക്കവണ്ണം സാധിച്ചു. പുതിയ നിയമസഭയിലും നമുക്ക് നോക്കുമ്പോൾ പൗലോസ് നേരിട്ട കഷ്ടതകൾ, അതിനെപ്പോലെ പുതിയ നിയമകാലത്ത് അങ്ങനെ വേറൊരാൾ ഉണ്ടോ എന്ന് സംശയമാണ്. അതുപോലെ കഷ്ടതകൾ നേരിട്ട ഒരു പുതിയ നിയമ ദൈവദാസനായിരുന്നല്ലോ പൗലോസ്. പത്രോസ്, അവൻ്റെ അന്ത്യം നാം ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് അല്ലേ, എങ്ങനെ തലകീഴായി ക്രൂശിക്കപ്പെട്ടു. അപ്പോൾ സുവിശേഷത്തിനു വേണ്ടി എന്തെല്ലാം പോരുകൾ സഹിക്കേണ്ടി വന്നു എന്നുള്ള ചരിത്രം ലോകത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. യോഹന്നാൻ അപ്പോസ്തലൻ, കർത്താവ് സ്നേഹിച്ച് മാറോട് ചാരിയിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ അല്ലേ, എവിടേക്ക് നാടുകടത്തപ്പെട്ടു, പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. എന്നാൽ അവിടെയും ദൈവിക ദർശനം ലഭിച്ച് ദൈവം ആവശ്യമായ എല്ലാ കൃപകളും നൽകി എൻ്റെ ദാസനെ താങ്ങി ഇന്ന് സഭയ്ക്ക് വലിയ പ്രത്യാശ നൽകത്തക്കവണ്ണമുള്ളതായ വെളിപ്പാട് പുസ്തകം എഴുതി നമുക്ക് തരുവാൻ തക്കവണ്ണം ദൈവം ആ സന്ദർഭം ഉപയോഗിച്ചു എന്നുള്ളത് പ്രത്യേകം നാം ഓർക്കേണ്ടതാണ്. സോ ഹൗ ക്യാൻ വി ഓവർകം such critical situations in my life, in your life? That is the point today. അപ്പോൾ ദാനിയേലിനോടുള്ള ബന്ധത്തിൽ we are planning to think on the life of ഡാനിയേൽ. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ Psalm 34 verse 19 നാം കാണുന്നുണ്ട്, many are the afflictions of the righteous, but the Lord delivers him ഔട്ട് ഓഫ് ദം ഓൾ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ 6-ാം വാക്യം 34:6 നാം വായിക്കുന്നത്, ദിസ് പുവർ മാൻ ക്രൈഡ് ഔട്ട് ആൻഡ് ദ ലോർഡ് ഹേർഡ് ഹിം ആൻഡ് സേവ്ഡ് ഹിം ഔട്ട് ഓഫ് ഓൾ ഹിസ് ട്രബിൾസ്. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. അപ്പോൾ നാം ഏതവസ്ഥയിൽ കൂടി കടന്നുപോയാലും അതിന് ഇന്ററപ്റ്റ് ആയി തോന്നുന്നു. മ്യൂട്ടാണ്. നെറ്റ് പോയായിരുന്നു. അവിടെ പോയോ? അത് എൻ്റെ ആണോ പോയത്? ഒന്ന് പെട്ടെന്ന് പോയിട്ട് ഇവിടെയും ഇതായിരുന്നു. അവിടെ ആയിരുന്നു. കട്ടായിരുന്നു. അപ്പം പിന്നെ അവിടെ നിന്നാ പോയത്. ഓക്കെ ഓക്കെ ഓക്കെ.
നമുക്ക് മടങ്ങി അതിനകത്തേക്ക് വരാം. അപ്പോൾ സാം 34 ദാവീദ് പറഞ്ഞ കാര്യമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യം, എങ്കിലും യഹോവ അവനെ അതിൽ നിന്ന് വിടുവിക്കുന്നു എന്നുള്ള പോയിന്റ് ഉണ്ട്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ടെസ്റ്റായിട്ട് ഞാൻ വായിക്കുകയാണ്. So this Daniel prospered in the reign of Darius, in the reign of Cyrus the Persian. അപ്പോൾ മേദ്യനായ ദാര്യാവേശ് രാജാവിന്റെ സമയത്തും വാഴ്ചയിലും അതുപോലെ തന്നെ പാർസി രാജാവായ കോരേശിന്റെ വാഴ്ചയിലും ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഏറി വന്ന ഒരു സമയത്ത് എങ്ങനെ ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ എന്നെയും നിങ്ങളെയും പോലെ അതേ സമസ്വഭാവത്തിലുള്ളതായ ഏലിയാവിനെ പറ്റി നാം കേൾക്കുന്നത് പോലെ തന്നെ ദാനിയേൽ സ്വർഗത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു മാലാഖയൊന്നും അല്ലായിരുന്നു. എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും ഈ ലോകത്തിൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ആ ദാനിയേല് എങ്ങനെ ശുഭപ്പെട്ടിരുന്നു, പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ അവനെങ്ങനെ ശുഭപ്പെട്ടു എന്നുള്ളതായ ചിന്ത നാം ഓർക്കുകയാണ്. നാം ദാനിയേലിനെ പറ്റി വായിക്കുമ്പോൾ 15-16 വയസ്സ് ഉള്ളപ്പോൾ ക്യാപ്റ്റീവായിട്ട് ഹി വാസ് ടേക്കൺ ടു ബാബിലോൺ. നെബൂഖദ്നേസർ രാജാവ് ബാബിലോണിലേക്ക് കൊണ്ടുപോയതാണ്. അപ്പോൾ അന്ന് മുതൽ കഷ്ടതകളെ ഫേസ് ചെയ്യാണ്. പക്ഷെങ്കിൽ അവനോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു എന്ന് നാം വചനത്തിൽ കാണുന്നുണ്ട്. യോസെഫിന്റെ കാര്യം നാം വായിക്കുന്നുണ്ടല്ലോ, 3 പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നു ദ ലോർഡ് വാസ് വിത്ത് ജോസഫ്. കാരണം അവൻ ആ തടവിലായിരിക്കുമ്പോഴും പോത്തിഫറിന്റെ വീട്ടിലായിരിക്കുമ്പോഴും ഏതവസ്ഥയിലും അവനോട് കൂടെ ഉണ്ടായിരുന്ന ഒരു ദൈവം. അപ്പോൾ ദാനിയേലിന്റെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ വലിയ രാജകൊട്ടാരത്തോടനുബന്ധിച്ചുള്ളതായ ജോലികളാണ് തനിക്ക് ഉണ്ടായിരുന്നതെങ്കിലും ദൈവത്തിന് എല്ലാ ഫേവറും അവനിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ്. ഇത് ഇന്റർനെറ്റിനടുത്ത് ജസ്റ്റ് ഫോട്ടോ, ഇത് ആക്ച്വൽ ദാനിയേൽ ആണെന്നല്ല ഞാൻ കാണിക്കുന്നത്. നമ്മുടെ ഒരു ചിന്ത അതിനകത്ത് കടന്നു വരുവാൻ, ആ ഭാവനയൊന്നും മനസ്സിലാക്കുവാൻ തക്കൊണ്ട് ഞാൻ കാണിക്കുകയാണിത്. Then who was Daniel of Bible? ദാനിയേലിനെ ഇപ്പോൾ പറയുന്നത് he was a righteous man of princely lineage and lived about 620 to 538 BC. 6-ാം നൂറ്റാണ്ട്, ക്രിസ്തുവിന് മുൻപ് 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അനുഗ്രഹിക്കപ്പെട്ട നീതിമാനായ ഒരു ദൈവദാസനായിരുന്നു ദാനിയേൽ. And he was carried off to Babylon in 605 BC by Nebuchadnezzar the Assyrian, but was still living when Assyria was overthrown by the Medes and Persians. അപ്പോൾ ഓർക്കാനുള്ളത്, നെബൂഖദ്നേസർ കടന്നുപോയി, നെബൂഖദ്നേസറിന്റെ മകനായ ബെൽഷാസർ കൊല്ലപ്പെട്ടു, അവനും വാഴ്ചയിൽ മടങ്ങിപ്പോയി. അതിനുശേഷം ദാര്യാവേശ് രാജാവ് വന്നു, മേദ്യ സാമ്രാജ്യം, അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പേർഷ്യൻ സാമ്രാജ്യം, കോരേശ് രാജാവ്, സൈറസ്, ഇവരെല്ലാം വരുമ്പോഴും ഇവരൊക്കെ ഇവരെ ഭരണാധിപന്മാർ മാറിക്കൊണ്ടിരുന്നു. പക്ഷെങ്കിൽ what do we read? Daniel found favor with God, and Daniel also found favor with the 3 empires of Babylon, Mede and Persian. അപ്പോൾ ബാബിലോൺ സംസ്കാരം, ബാബിലോൺ സാമ്രാജ്യം, മേദ്യ സാമ്രാജ്യം, പേർഷ്യൻ സാമ്രാജ്യം, 3 സാമ്രാജ്യങ്ങളുടെ എല്ലാ ഫേവറും ലഭിച്ച് ആനുകൂല്യമായ കാര്യങ്ങൾ ലഭിച്ച് ജീവിച്ച ഒരു ദൈവദാസനാണ് ഇദ്ദേഹം ദാനിയേൽ. അപ്പോൾ ഹി ഫൗണ്ട് ഫേവർ വിത്ത് ഗോഡ്. ദാനിയേൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, ഗോഡ് ഈസ് ദ ജഡ്ജ്. ദൈവമാണ് എൻ്റെ ന്യായാധിപൻ എന്ന് ചിന്തിച്ച് മനസ്സിലാക്കി അവൻ്റെ പേരിന് അർത്ഥമുള്ള അതേ രീതിയിൽ തന്നെ അവൻ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് അവൻ്റെ ജീവിതത്തിന്റെ ചുക്കാൻ മൊത്തം വിട്ടുകൊടുത്ത് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ. നാം ദാനിയേലിന്റെ ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദാനിയേൽ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. It pleased Darius to set over the kingdom. It pleased Darius to set over the kingdom 120 satraps to be over the whole kingdom, and over these 3 governors, of whom Daniel was one, that the satraps might give account to them, so that the king would suffer no loss. നാം വായിക്കുന്നത് 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാര്യാവേശന് ഇഷ്ടം തോന്നി. ഈ 3-രിൽ ദാനിയേൽ ഒരുവനായിരുന്നു. അപ്പോൾ ലോകഭരണം, ദേശമല്ല ലോകഭരണം ഏറ്റെടുത്തിരിക്കുന്ന ദാര്യാവേശ് രാജാവ് മേദ്യ സാമ്രാജ്യം ലോകം ഭരിക്കുകയാണ്.
120 സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ 120 ദേശങ്ങളാണ്, രാജ്യങ്ങളാണ്. അപ്പോൾ 120 രാജ്യമായിട്ട് ഈ ലോകത്തെ വിഭജിച്ചിട്ട് 120 രാജ്യങ്ങൾക്ക് ഓരോ ഭരണാധിപന്മാർ, ഓരോ പ്രഭുക്കന്മാരെ അദ്ദേഹം നിശ്ചയിച്ചു. ഈ 120 പ്രഭുക്കന്മാർക്ക് മേലായിട്ട് 3 അധ്യക്ഷന്മാരെ അദ്ദേഹം അവിടുന്ന് നിയമിച്ചു. ആ 3 അധ്യക്ഷന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് വിളങ്ങിയ ഒരു മനുഷ്യനാണ് ദാനിയേൽ എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഒരു വലിയ ഒരു പൊസിഷനിലേക്ക് അദ്ദേഹം എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൈ അദ്ദേഹത്തിന് അനുകൂലമായിരുന്നു എന്നുള്ള വിഷയമാണ് നാം കാണുന്നത്. എന്താണ് ദാനിയേലിനുള്ള പ്രത്യേകത? ഇങ്ങനെ ഒരു അവസ്ഥയിൽ, പ്രത്യേകിച്ച് ദാനിയേൽ എവിടെയാണ്? ഒരു അന്യദേശത്താണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഗൾഫിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ ഒരു പ്രവാസിയായി പോയി കഴിഞ്ഞാൽ എങ്ങനെ? കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ ആഫ്രിക്കയിലായിരുന്നു. ഞാൻ പലപ്പോഴും അവരോട് പറയാറുണ്ട്, നമ്മളെ നോക്കുന്നത് ഒരു ഏഷ്യൻ, വേറൊരു ദേശത്തെ സിറ്റിസൺ. അപ്പോൾ നമ്മളെ ഒരു അവജ്ഞ അല്ലെങ്കിലും ബഹുമാനമൊക്കെ ഉണ്ട് എങ്കിലും നമ്മളെ നോക്കുന്നത് വേറൊരു രീതിയിലാണ്. അപ്പോൾ ഒരു കാലത്തും ഒരു കെനിയ ദേശത്തിന്റെ ഒരു ഭരണാധിപനാകാനോ അവിടുത്തെ ഒരു പ്രസിഡന്റ് ആകാനോ ഒരു വൈസ് പ്രസിഡന്റ് ആകാനോ ഒരു വിധത്തിലും പ്രവാസിയായി എനിക്ക് അതിനുള്ളതായ സാധ്യതയില്ലായിരുന്നു. എന്നാൽ ദാനിയേലിനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ ഇവൻ പ്രവാസിയാണ്, ക്യാപ്റ്റീവായിട്ട് പിടിച്ചുകൊണ്ട് വന്നതാണ് അവിടുന്ന്. അവനെ ട്രെയിൻ ചെയ്ത് ഒരു ജോലിക്കാരനായിട്ട് ഗൾഫ് പ്രദേശങ്ങളിൽ നമ്മുടെ ആൾക്കാരൊക്കെ കൊട്ടാരങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്നാലൊന്ന് നോക്കുക, ദാനിയേൽ എന്തായി? അവന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നത് കൊണ്ട് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത കാര്യം മാത്രമല്ല, അവന്റെ ജീവിതത്തിൽ അവനോടൊപ്പം ദൈവകരം ഉണ്ടായിരുന്നു. ദ ഗോഡ്സ് ഹാൻഡ് വാസ് വിത്ത് ഡാനിയേൽ ത്രൂ ഔട്ട്. അവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആദ്യ സമയം മുതൽ, ആ ഒരു ചെറുബാലനായിട്ട് 15-16 വയസ്സിൽ അവൻ ബാബിലോണിൽ എത്തിയ സമയം മുതൽ അവനൊരു ദൈവ പൈതലാണെന്ന് ലോകത്തെ അറിയിക്കുവാൻ, ഭരണാധിപന്മാരെ അറിയിക്കുവാൻ, രാജകൊട്ടാരത്തെ അറിയിക്കുവാൻ, അവിടെയുള്ള ജോലിക്കാരെ അറിയിക്കുവാൻ, അവന്റെ സഹപ്രവർത്തകരെ അറിയിക്കുവാൻ ഒക്കെ അവൻ വെമ്പൽ കൊണ്ടിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ആഹാരമൊക്കെ, അവിടുത്തെ സ്പെഷ്യൽ രീതിയും ആഹാരവും ഡ്രിങ്കും ഒക്കെ വരുമ്പോഴും ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ വേർപെട്ട ഒരു ജീവിതം അവൻ ലോകത്തിന് മുൻപിൽ ഇതാ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ഫേവർ ആദ്യോടന്തം നാം കാണുന്നത് ദാനിയേലിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ 3-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ 6:3 നാം വായിക്കുന്നു, എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. അവന്റെ ഒന്ന് ചിന്തിക്കുക, ഒരു എംപററാണ്, സമ്രാട്ടാണ്. അവനെന്ന് പറഞ്ഞാൽ ഒരു രാജാവല്ല, രാജാക്കന്മാരുടെ രാജാവാണ്. ഹീസ് ദ എംപറർ ഓഫ് ദ വേൾഡ്. അപ്പോൾ ഒരു സർവ്വ ലോകത്തിൻ്റെയും അധിപനായ ഒരു ജാതീയനായ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് എന്താണ്? ഈ 120 പ്രഭുക്കന്മാരിൽ ഇൻചാർജായിട്ടുള്ള 3 അധ്യക്ഷന്മാരിൽ ഒരാളായ ദാനിയേലിനെ ഒന്നുകൂടി ഉയർത്തി, നമ്പർ 2 ഇൻ ദ വേൾഡ്. അതായത് ലോകത്തിലെ ഭരണാധിപൻ കഴിഞ്ഞാൽ 2ാമത്തെ ആളായിട്ട് ഇദ്ദേഹത്തിനെ നിയമിപ്പാൻ തക്കവണ്ണം ഇതാ രാജാവ് തീരുമാനിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, ചിന്തിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നു അതിന് കാരണം? നാം വായിക്കുന്നു, he had an excellent spirit in him. Then this Daniel distinguished himself above the governors and satraps because an excellent spirit was in him, and the king gave thought to setting him over the whole realm. അപ്പോൾ അവന്റെ ആ നിർമ്മല മനസാക്ഷി, നിർമ്മല ഹൃദയം, നേരെ പോ. ഒരു വിശ്വാസി എങ്ങനെ ആയിരിക്കണം? പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്, യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യുവർ വേർഡ് ഈസ് യെസ് ഇറ്റ് ഷുഡ് ബി യെസ്, ഇഫ് ഇറ്റ് ഈസ് നോ ഇറ്റ് ഷുഡ് ബി നോ. അപ്പോൾ ഉവ്വെങ്കിൽ ഉവ്വ്, ഇല്ല എങ്കിൽ ഇല്ല, സ്ട്രെയിറ്റ് ഫോർവേഡ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഹൃദയം മനസ്സിലാകണം. ഒരു മനുഷ്യനെ നാം നേരിടുമ്പോൾ, ഒരാളെ നാം ഫേസ് ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയം നിങ്ങളുടെ ഹൃദയം എങ്ങനെയുള്ളതാണെന്ന് അവർ മനസ്സിലാക്കണം. അവിടെ വളച്ചുകെട്ടോ വക്രതയോ ഒന്നും ആവശ്യമില്ല. നമ്മൾ എങ്ങനെ സിൻസിയർ ആയിരിക്കണം, ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, ഒരു നിർമ്മല മനസാക്ഷി എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതായ ഒരു ഉദാഹരണമാണ് ഇതാ ദാനിയേൽ ഇവിടെ കാണിച്ചു തരുന്നത്. ഹി വാസ്
എ മാൻ ഓഫ് എക്സലന്റ് സ്പിരിറ്റ്. ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് രാജാവിന് അവനെ ഇഷ്ടപ്പെട്ടു, അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. എന്നാൽ അവനോടൊപ്പം ഭരിച്ചിരുന്നതായ ആൾക്കാർക്ക് അത് സഹിച്ചില്ല. നമ്മൾ വായിക്കുന്നത് എന്താണ്? അതിൻ്റെ 6:4 നാം വായിക്കുന്നു, ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടില്ല. So the governors and satraps sought to find some charge against Daniel concerning the kingdom, but they could find no charge or fault, because he was faithful, nor was there any error or fault found in him. ഒന്ന് ചിന്തിക്കുക, രാജാവ് ഇവനെ പ്രൊമോട്ട് ചെയ്ത് ആ അധ്യക്ഷന്മാരെക്കാളും മുകളിലാക്കുവാൻ ചിന്തിച്ച വിവരം മറ്റു ഭരണാധിപന്മാർ അറിഞ്ഞപ്പോൾ എങ്ങനെ ഇവന്, മലയാളത്തിൽ പറഞ്ഞാൽ ഇവന് പാര വെക്കും, ഇവനെ എങ്ങനെ താളടിയാക്കണം, ഇവനെ എങ്ങനെ പിടിച്ച് കസരയിൽ നിന്ന് താഴ്ക്കണം. പ്രവാസിയായ ഒരു മനുഷ്യൻ, അന്യദേശത്ത് നിന്ന് വന്നവൻ, ഹി വാസ് എ ക്യാപ്റ്റീവ്, ഓവർ ക്യാപ്റ്റീവ്, നമ്മുടെ തടവിലായിരുന്നവൻ, നമ്മുടെ അടിമയായിരിക്കുന്നവൻ, ഇവനെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുപോകാൻ ഈ സമ്രാട്ടിന് കഴിയും? അതുകൊണ്ട് പാടില്ല. അവൻ അഗെയിൻസ്റ്റ് കാരണങ്ങൾ കണ്ടുപിടിക്കണം. ഇവനെ ആ ഒരു പ്രൊമോഷൻ കൊടുത്ത് ഇവനെ കൊണ്ടുപോകുന്ന അസൂയ എന്നുള്ളതായ വലിയൊരു രോഗം ഇതാ ഇവന്റെ സഹപ്രവർത്തകരിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ അവർ പഠിച്ച പണി 18 നോക്കിയിട്ടും ദേ ഫൗണ്ട് നോ ഫോൾട്ട് ഇൻ ഹിം. ഒരു വിധത്തിലും ഒരു തെറ്റ് കണ്ടുപിടിക്കുവാൻ സാധിക്കും. ഒന്ന് ചിന്തിക്കുക, അന്നത്തെ കാലത്ത് ഇപ്പം CCTV ക്യാമറയോ ഒന്നുമില്ലെങ്കിലും എത്രയോ സ്പൈസിനെ, ചാരന്മാരെ ഇവൻ താമസിക്കുന്ന ഭവനത്തിനു ചുറ്റും ഒളിച്ചു വെപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ആരെയൊക്കെ വിട്ട് കാണും ഒരു പക്ഷെങ്കിൽ അവന്റെ അടുക്കൽ ഒന്ന് കൈക്കൂലി കൊടുക്കുവാൻ, ഒന്ന് ഒരു ജോലിക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അതിനൊരു പ്രതിഫലം കൊടുക്കുവാൻ ഒക്കെ ഇവനെ ചാക്കിടുവാൻ തക്കവണ്ണം അവരൊക്കെ ശ്രമിച്ചു കാണും. നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണത്. അപ്പോൾ ഇവർ എല്ലാം ശ്രമിച്ചിട്ടും they could find no charge or fault because he was faithful. ഒരു ദൈവ പൈതല് ദൈവസന്നിധിയില്, ലോകത്ത്, മനുഷ്യരുടെ മധ്യത്തിൽ, നാം താമസിക്കുന്ന ഇടങ്ങളിൽ എങ്ങനെ വിശ്വസ്തരായിരിക്കണമെന്നുള്ള വലിയൊരു ഉദാഹരണമാണ് പ്രിയമുള്ളവരെ ദാനിയേൽ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അവൻ എല്ലാത്തിലും വിളങ്ങുന്ന ഉത്കൃഷ്ട മാനസനായിരുന്നു. അതുപോലെ തന്നെ ഹി വാസ് ഫെയ്ത്ത്ഫുൾ, അവൻ വിശ്വസ്തനായിരുന്നു. ലോകസമക്ഷം, അതുപോലെ തന്നെ രാജാവിന്റെ മുൻപിൽ, ഭരണാധിപന്മാരുടെ മുൻപിൽ, ലോകത്തിന്റെ മുൻപിൽ മാത്രമല്ല ദൈവത്തിന്റെ മുൻപിലും അവൻ വിശ്വസ്തനായിരുന്നു എന്നുള്ളത് നാം കാണണം. നാം 10-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. Now when Daniel knew that the writing was signed, he went home, and in his upper room, with his windows open toward Jerusalem, he knelt down on his knees 3 times that day and prayed and gave thanks before his God, as was his custom since early days. ഞാൻ മലയാളത്തിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 10-ാം വാക്യം 6:10. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. വലിയ സംഭവങ്ങളൊക്കെയാണ് പ്രിയമുള്ളവരെ ഇതിന് മധ്യത്തിൽ നടന്നത്. അപ്പോൾ അവർ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാൻ നോക്കി. എന്നാൽ അവൻ വിശ്വസ്തനായതുകൊണ്ട് ഒരവസരം അവർക്ക് ലഭിച്ചില്ല. ദൈവം അവൻ അനുകൂലമായിരുന്നത് കൊണ്ട് ഒരു പ്രശ്നങ്ങളും അവർക്കുണ്ടാക്കുവാൻ തക്കവണ്ണം സാധിച്ചില്ല. അപ്പോൾ അവർ ചിന്തിച്ചത്, എന്നാൽ ദൈവീക നിയമങ്ങൾ അനുസരിച്ചുള്ളതായ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അവൻ വീണു പോകുമെന്നുള്ളത് അവർക്കറിയാം. കാരണം ഇവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർക്കറിയാം. ഇവൻ 3 നേരവും അവൻ പ്രാർത്ഥിക്കുന്ന കാര്യം, അവൻ കുഞ്ഞിലെ മുതലേ പഠിച്ചു വന്ന പോലെ, അവന്റെ അമ്മ അവനെ പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിച്ചതുപോലെ അവൻ 3 നേരം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന കാര്യം അവൻ അറിയാം. അപ്പോൾ ഇവർ പെട്ടെന്നൊരു വേല വെച്ചു. ഇവർ പെട്ടെന്ന് അതിനനുസരിച്ചുള്ളതായ ഒരു ട്രിക്ക് അവരിതാ കണ്ടുപിടിച്ചു കൊണ്ടുവരികയാണ്. അവർ രാജാവിനോട് പോയി പറയുന്നു. എന്താണ് പറഞ്ഞത്? ഇതിന്റെ ഇടയ്ക്കത്തുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും. അവർ പറയുന്നത്, ഈ ദേശത്തെ, ലോകത്തെ എല്ലാ ഗവർണർമാരും, എല്ലാ അധ്യക്ഷന്മാരും, അവർ കള്ളമാണ് പറയുന്നത്, എല്ലാ അധ്യക്ഷന്മാരും, എല്ലാ പ്രധാന ദേശാധിപതികളും, പ്രഭുക്കന്മാരും, എല്ലാ മെമ്പേഴ്സ് ഓഫ് ദ കൗൺസിൽ എല്ലാവരും ചേർന്ന് രാജാവെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഇതാണ്, തിരുമനസ്സിനെ ഞങ്ങൾ അറിയിക്കുവാൻ വന്നതാണ്. ആൻഡ് വാട്ട് ഡസ് ദേ സേ ടു ഹിം? അവർ പറയുന്നത്, ഇന്നു മുതൽ അടുത്ത 30 ദിവസത്തേക്ക്
അങ്ങയോടല്ലാതെ വേറെ ആരോടും ഒരു മനുഷ്യനും പ്രാർത്ഥിക്കുവാൻ പാടില്ല. ഒന്ന് നോക്കുക, ലോകം നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എങ്ങനെ പോകുവാൻ പ്ലാൻ ഇടുന്നു. അപ്പോൾ അവരുടെ തന്ത്രങ്ങളൊക്കെ അവർ മെനഞ്ഞെടുത്തിട്ട് വളരെ ബുദ്ധികൂർമ്മതയിലാണ് അവർ ആ കാര്യം കണ്ടുപിടിച്ചെടുത്തിരിക്കുന്നത്. കാരണം ഇവനെ ട്രാപ്പ് ചെയ്യുവാൻ ആ ദൈവിക നിയമം അല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതാ പ്രിയമുള്ളവരെ അവനെ ട്രാപ്പ് ചെയ്യുവാൻ തക്കവണ്ണം നോക്കുകയാണ്. അപ്പോൾ രാജാവ് ഒന്നും മനസ്സിലാക്കുന്നില്ല. രാജാവ് നിഷ്കളങ്കനായിട്ട് അവർ കാണിച്ച രേഖയിൽ ഒപ്പിട്ട് അവന്റെ മുദ്ര വെച്ച് അത് സീൽ ചെയ്യുകയാണ്. അപ്പോൾ ഒരു വിധത്തിലും വാക്കുമാറുവാൻ സാധിക്കാത്ത, എന്നിട്ട് ലോകത്തിലേക്ക് മുഴുവൻ അത് കൊടുത്തയക്കുകയാണ്. അപ്പോൾ കൊറിയർ സർവീസിൽ കൂടെ മുഴുവൻ ലോകം വിവരം എത്തുകയാണ്, അവരവരുടെ ഭാഷയിൽ വിവരം എത്തുകയാണ്. അപ്പോൾ ഇന്നു മുതൽ അടുത്ത 30 ദിവസത്തേക്ക് രാജാവ് തിരുമനസ്സുകൊണ്ട് ഇതാ അറിയിച്ചിരിക്കുന്നു, അരുളി ചെയ്തിരിക്കുന്നു, ഇനി ഈ ഒരു മാസം ആരോടും വേറെ ആരോടും ഒരു അപ്പീലും ചെയ്യരുത്, പ്രാർത്ഥിക്കുവാൻ പാടില്ല. ഞാൻ ഓർക്കുകയായിരുന്നു 10-ാം വാക്യം വായിക്കുമ്പോൾ, when Daniel knew it, what he did, അവൻ എന്താണ് ചെയ്തത്? അവൻ വീട്ടിലേക്ക് പോയി യെരുശലേമിലേക്ക് കിഴക്കോട്ടുള്ളതായ കിളിവാതിൽ തുറന്നിട്ട് അവൻ 3 ദിവസം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ, ആസ് ഇറ്റ് വാസ് ഹിസ് ഹാബിറ്റ്, അതാണ് വായിക്കുന്നത് നമ്മളല്ലേ, അവൻ ആസ് വാസ് ഹിസ് കസ്റ്റം സിൻസ് ഏർലി ഡേയ്സ്, അവന്റെ കുഞ്ഞിലേ മുതൽ അവൻ പരിചയിച്ചിരുന്നത് പോലെ അതിന് യാതൊരു വിഘ്നവും വരുത്താതെ അവൻ നോക്കി പ്രാർത്ഥിക്കുകയാണ്. യെരുശലേമിലേക്ക് നോക്കി ജീവനുള്ള ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുക മാത്രമല്ല അവൻ ചെയ്തത്, പ്രേഡ് ആൻഡ് ഗേവ് താങ്ക്സ്. പ്രാർത്ഥിക്കുന്നു, അവൻ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്. ഞാൻ ഓർക്കുകയായിരുന്നു പ്രിയമുള്ളവരെ, പ്രാർത്ഥിപ്പാൻ നമുക്ക് മനസ്സിലാകും. കാരണം ദൈവമേ, വലിയൊരു കഷ്ടത വരികയാണ്, എന്നെ സിംഹക്കുഴിയിൽ ഇടുവാൻ തക്കവണ്ണം പോവുകയാണ്, സിംഹങ്ങളെ അവിടെ കൊണ്ട ഗുഹയിൽ പാർപ്പിച്ചിരിക്കുകയാണ്, അനേക ദിവസങ്ങളായിട്ട് അവർക്ക് ആഹാരം കൊടുക്കുന്നില്ല, അപ്പോൾ എന്നെ അങ്ങോട്ട് ഇടുന്ന നിമിഷം എന്നെ അവർ എൻ്റെ എല്ലുപോലും തകർത്ത് അവർ തിന്നു മുടിക്കും. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു സംരംഭം എന്നെ രക്ഷിക്കണമേ എന്നൊരു പക്ഷെങ്കിൽ അവൻ പ്രാർത്ഥിക്കായിരിക്കാം. പക്ഷെങ്കിൽ ഞാൻ ഓർത്തത്, ഈ പ്രാർത്ഥനയോടൊപ്പം വാട്ട് ഡിഡ് ഹി ഡു? ഹി ഗേവ് താങ്ക്സ് ടു ദ ലോർഡ്. ദൈവത്തിന് അവൻ നന്ദി പറയുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് നന്ദി പറയുന്നത് എന്തിനാണ് ആ സ്തോത്രം ചെയ്യാനുള്ളതായ അവസരം? ഒരു വലിയ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അവന് സ്തോത്രം ചെയ്യുവാനുള്ളതായ വക എന്താണ് ഉണ്ടായിരുന്നത്? വാട്ട് ഡിഡ് ഹി ഫൈൻഡ് ടു താങ്ക് ഗോഡ് ഫോർ? അതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമല്ല, യാചിക്കുക മാത്രമല്ല, ഈ ഒരു സന്ദർഭം അവന്റെ ജീവിതത്തിൽ ദൈവം വരുത്തി വെച്ചതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം അവനറിയാം ഇതെല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട് തീരും. അതുകൊണ്ട് ദൈവമേ, പിതാവേ, ഇങ്ങനൊരു സന്ദർഭത്തിൽ കൂടെ നീ എന്നെ കടത്തിവിടുന്നത് കൊണ്ട്, ഇത് ഞാൻ ഒത്തിരി നേരത്തെ കണ്ടതാണ്. ശദ്രക് മേശക് അബേദ്നെഗോയെ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് കൂടെ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് നീ എന്നോട് കൂടെ ഉണ്ട്, ഞാൻ മരിച്ചാലും സാരമില്ല, സിംഹം എന്നെ കൊന്നാലും സാരമില്ല, പക്ഷേ ഈ ഒരു സംഭവം അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി നീ ആക്കി തീർക്കും പിതാവേ എന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറയുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. എനിക്ക് നിങ്ങൾക്കും എത്ര പേർക്ക് ഈ ഒരു കോവിഡ് സമയം, നിങ്ങൾ പ്രത്യേകിച്ചും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അനേകർ ഈ ഗ്രൂപ്പിൽ ഇന്നുണ്ടല്ലോ, അല്ലെ? UK അതാണല്ലോ, അയർലൻഡിലൊക്കെ. അപ്പോൾ എന്ത് പ്രശ്നങ്ങളിൽ കൂടെ പ്രതികൂലം കൂടെയാണ് പ്രിയമുള്ളവരെ നാം കടന്നു പോകുന്നത്. എന്നാൽ ഇങ്ങനെയുള്ളതായ ഒരു സന്ദർഭം ദൈവമേ നീ എനിക്ക് നൽകി തന്നത് അത് അങ്ങയുടെ നാമമഹത്വത്തിന് കാരണമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എത്ര പേർക്ക് ദൈവത്തിന് നന്ദി പറയുവാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ സാധിക്കും. അപ്പോൾ നാം പ്രാർത്ഥിച്ച് ഇതിൽ നിന്നൊരു മുക്തി നേടുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുക മാത്രമല്ല, ഇങ്ങനെ ഒരു സന്ദർഭം ലോകത്തിലേക്ക് അയച്ചത് ദൈവമേ, നിനക്കതിനെപ്പറ്റി വലിയൊരു ഉദ്ദേശമുണ്ട്, അത് എൻ്റെ ജീവിതത്തിൽ അത് ധന്യമായി തീരും, അങ്ങയുടെ നാമം മഹത്വപ്പെടും എന്ന് ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാൻ, സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കാരണം കണ്ടെത്തേണ്ടതാണ്. ദാനിയേൽ അതാണ് ചെയ്തത്. ഉത്കൃഷ്ട മനസ്സനായിരുന്ന ദാനിയേൽ വളരെ വിശ്വസ്തനായിരുന്നു. അത് മാത്രമല്ല, അവൻ ഏത് സമയങ്ങളിലും ഏത് പ്രതികൂല അവസ്ഥയിലും പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന പതിവ്, ഒരു സ്വഭാവം ദാനിയേലിനുണ്ടായിരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. 4-മതായിട്ട് നാം അവനെ കാണുന്നത്, ഹി വാസ് എ മാൻ ഓഫ് ലിവിങ് ടെസ്റ്റിമണി. ഉത്തമ സാക്ഷ്യം ഉള്ള ഒരു ദൈവ പൈതൽ ആയിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. 6:19-20 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. Then the king arose very early in the morning and went in haste to the den of lions. And when he came to the den, he cried out with a lamenting voice, Daniel, servant of the living God,
has your God, whom you serve continually, been able to deliver you from the lions? 19-20 നാം വായിക്കുന്നത്, രാജാവ് അധികാലത്ത് എഴുന്നേറ്റ് ബന്ധപ്പെട്ട് ഗുഹയുടെ അരികെ ചെന്നു. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ഒന്ന് ചിന്തിക്കുക, ആരാണ്? ഒരു ജാതീയനായ വലിയ ഒരു സാമ്രാജ്യം ഭരിക്കുന്ന ഒരു വലിയ ഭരണാധികാരിയാണ്. ആ ചക്രവർത്തി ഇതാ വെളുപ്പിന് അവൻ ഉറങ്ങാൻ സാധിച്ചില്ലെന്നാണ്. യാതൊരു മ്യൂസിക്കും അവിടെ വരുത്തിയില്ല, യാതൊരു എന്റർടൈൻമെന്റും രാത്രി ഇല്ലായിരുന്നു. ഒരു ശോകമൂകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് രാജകൊട്ടാരം നീങ്ങി. പ്രിയമുള്ളവരെ, ഒരു ദൈവദാസനെ തൊട്ടപ്പോൾ, ഒരു ദൈവദാസനെ തൊടുവാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ ഇതാ ലോകം പോലും മൗനം ദീക്ഷിച്ചു. രാജാവിന് ഉറക്കം വന്നില്ല. രാജാവ് അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ ഉറങ്ങാതെ എങ്ങനെയൊക്കെയോ നേരം ഒരുവിധം വെളുപ്പിച്ചിട്ട് ഇതാ ഇവൻ കടന്നു ചെല്ലുകയാണ്. ദാനിയേലിനെ തലേ ദിവസം വൈകിട്ട് ഇതാ മുകളിലത്തെ ആ ദ്വാരം തുറന്ന് ദാനിയേലിനെ അകത്തോട്ട് തള്ളുന്നത് രാജാവ് കണ്ടതാണ്. അപ്പോൾ അവന്റെ ഒരു പൊടി പോലും അതിനകത്ത് കാണത്തില്ലെന്ന് രാജാവിന് അറിയാം. കാരണം വിശന്ന് ദാഹിച്ച് കഴിയുന്ന ഒരു കൂട്ടം സിംഹങ്ങൾ, എത്ര നമ്പർ ഉണ്ടെന്നും നമുക്ക് അറിയത്തില്ലെങ്കിലും ഒരു വലിയൊരു കൂട്ടം സിംഹം ഇതാ കാത്തിരിക്കുകയാണ് ആ മനുഷ്യ മാംസം താഴേക്ക് വരുമ്പോൾ അത് തിന്നുവാൻ തക്കവണ്ണം. അപ്പോൾ ഇവൻ ഒരു വിധത്തിലൂടെ കാണത്തില്ലെന്നുള്ള വിചാരത്തിലാണ് ഇതാ രാജാവ് ഒരു പക്ഷെങ്കിൽ അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. രാജാവ് കടന്നിൽ ഒന്ന് ചിന്തിക്കുക, ആ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. മുകളിലത്തെ ഇതാ ആ ഗുഹയുടെ ആ വാതിലിൽ നിന്ന് ആ വെന്റിലേറ്ററിൽ കൂടെ ഇവനെ താഴേക്ക് ഇട്ട ഒരു സംഭവമാണ് നാം കാണുന്നത്. അപ്പോൾ ഇവന്റെ ഈ ഒരു ഇട്ടതിന് ശേഷം ഇവൻ ഒരു വിധത്തിലും ജീവിപ്പാൻ സാധ്യമല്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് നാം ഇത് വായിക്കുന്നത്. രാജാവ് ചെന്നിട്ട് ഇവനെ വിളിക്കുന്നത് എന്താണ്? ദാനിയേൽ, സെർവന്റ് ഓഫ് ദ ലിവിംഗ് ഗോഡ്, ഹാസ് യുവർ ഗോഡ് ഹൂം യു സെർവ് കണ്ടിന്യൂവലി ബീൻ ഏബിൾ ടു ഡെലിവർ യു ഫ്രം ദ ലയൺസ്? ദൈവത്തിന്റെ ദാസനായ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഉണ്ടോ? ജീവിച്ചിരിപ്പുണ്ടോ? ഒന്ന് ചിന്തിക്കുക. ആ ഒരു സാക്ഷ്യം ലോകത്തിന്റെ മുൻപിൽ, ഒരു ജാതീയനായ രാജാവിന്റെ മുൻപിൽ ദാനിയേലിന്റെ ജീവിതം എത്രമാത്രം ധന്യമായിരുന്നു എന്നുള്ളത്, ഒരു ക്രിസ്തീയ മാതൃകയുള്ളതായിരുന്നത്. അപ്പോൾ അവൻ ആ ജീവിത സാക്ഷ്യം ആ കൊട്ടാരത്തിൽ, ആ ദേശത്ത് പുലർത്തി എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ എന്നെയും നിങ്ങളെയും കാണുന്നവർ, എൻ്റെ അയൽവക്കത്തുള്ളവർ, സാമുവേൽ, സർവന്റ് ഓഫ് ദ ലിവിംഗ് ഗോഡ്, എന്നെ ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ സാമുവേലെ, അല്ലെ ജേക്കബെ, അല്ലെ ഗോഡ്ലി, അല്ലെങ്കിൽ ഫെബിൻ, ജോബിൻ വിളിക്കാൻ സാധിക്കുമോ മറ്റുള്ളവർക്ക്? അയൽവക്കത്തുകാർ എന്നെയും നിങ്ങളെയും പറ്റി കാണുന്നത് ഏത് വിധത്തിലായിരിക്കുമെന്നുള്ള ഒരു ചിന്ത, പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുകയാണ്. ഏത് ദേശത്തായിരുന്നാലും ദൈവത്തിന്റെ സാക്ഷ്യം പുലർത്തുന്നവരായിട്ട്, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്നവരായിട്ട്, ഒരു വിധത്തിലും ദൈവനാമത്തിനൊരു കളങ്കം വരുവാൻ വഴിയില്ലാത്തവണ്ണം അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷി ജീവിതം ഞാനും നിങ്ങളും ജീവിക്കണമെന്ന് കർത്താവ് നമ്മെ പറ്റി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ രാജാവ്, ജാതീയനായ രാജാവ്, ഇസ്രായേലിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നവനല്ലവന്, എന്നിട്ടും അദ്ദേഹം വിളിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, whom you serve continually, been able to deliver you from the lions? സിംഹക്കുഴിയിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ ആ ജീവനുള്ള ദൈവത്തിന് സാധിച്ചോ എന്നുള്ളതായ വലിയൊരു ചോദ്യം ഇതാ രാജാവ് മുകളിൽ നിന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടി പറയുന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അവന്റെ അടുത്ത സ്വഭാവം അതാണ് നമ്മളെ കാണിക്കുന്നത്. എ മാൻ വിത്ത് ഡിവൈൻ നേച്ചർ. അവൻ പെട്ടെന്ന് മറുപടി പറയുന്നതാണ്, ഓ കിങ്, ലിവ് ഫോർ എവർ. രാജാവേ, അങ്ങ് ദീർഘായുസ്സായിരിക്കട്ടെ, നീണാൾ അങ്ങ് വാഴട്ടെ. ഞാൻ നിങ്ങളുമായിരുന്നില്ല എന്ന് പറഞ്ഞതിനെ, പ്രിയമുള്ളവരെ. കാരണം എന്നെ രക്ഷിപ്പാൻ, നിങ്ങളെ രക്ഷിപ്പാൻ അവൻ സ്വർഗദൂതനെ വിട്ടു, സിംഹത്തിന്റെ വായ അടപ്പിച്ചു കളഞ്ഞു, എന്നെ തൊടുവാൻ സാധിച്ചില്ല. അപ്പോൾ രാജാവ് എന്നെ വിധിച്ച് സിംഹക്കുഴിയിലേക്ക് തള്ളിയ ആ കുഴിയിൽ ദൈവം ഇറങ്ങി വന്ന് എന്നെ രക്ഷിച്ചു. പിന്നെ ഞാൻ രാജാവിന് എന്തിനു അടിമപ്പെടണം? എന്തിനു രാജാവിനോട് ഞാൻ നല്ലതായിട്ട് സംസാരിക്കണം? ഞാൻ നിങ്ങളുമായിരുന്നെങ്കിൽ എന്താ രാജാവിനോട് പറഞ്ഞാൽ, താൻ പോയി തന്റെ പണി നോക്കാൻ പറഞ്ഞല്ലേ? മലയാളത്തിൽ പറഞ്ഞ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, താൻ പോയി തന്റെ പണി നോക്ക്, എന്നെ എൻ്റെ കർത്താവ് രക്ഷിച്ചു, മാറത്തടിച്ചുകൊണ്ട് അവൻ വലിയ പ്രൗഡായിട്ട് അവൻ പറഞ്ഞേനെ.
പക്ഷേ ഒരു ദൈവദാസനായ താഴ്മ ധരിച്ച ദൈവ പൈതൽ പറയുകയാണ്, ഓ കിങ് ലിവ് ഫോർ എവർ. അവന്റെ ബഹുമാനം, ആ രാജാവിനെ പറ്റിയുള്ള ബഹുമാനം അവൻ ഒരിക്കലും വിട്ടുകളഞ്ഞില്ല. അവൻ പറയുന്നു, ഓ കിങ് ലിവ് ഫോർ എവർ, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. പിന്നെന്താണ് പറയുന്നത്? മൈ ഗോഡ് സെൻഡ് ഹിസ് ഏഞ്ചൽസ് ആൻഡ് ഷട്ട് ദ ലയൺസ് മൗത്ത്സ് so that they have not hurt me, because I was found innocent before him, and also king, I have done no wrong before you. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സ്വഭാവങ്ങൾ നിറഞ്ഞ ഒരു ദൈവ പുരുഷനെ നാം ഇവിടെ കാണുകയാണ്. അവൻ ഭരണാധിപനെ ശപിച്ചില്ല. ഇത് ദൈവം വരുത്തിവെച്ച ഒരു സംഭവമാണെന്ന് ഓർത്തുകൊണ്ട് ദൈവത്തിന് സർവ്വ മഹത്വം അവന്റെ ഹൃദയത്തിൽ നിന്ന് കൊടുത്തുകൊണ്ടാണ് അവൻ ആ രാജാവിനെ ഇതാ അവൻ അനുഗ്രഹിച്ച് തന്നെ മുൻപോട്ട് അവന്റെ പേര് വെക്കുന്നത്. ഓ കിങ് ലിവ് ഫോർ എവർ. അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്, നീ ദീർഘായുസ്സായിരിക്കട്ടെ, നിന്റെ ഭരണം നന്നായിരിക്കട്ടെ. അവൻ അനുഗ്രഹിക്കുന്നതോടൊപ്പം അവൻ പറയുന്നു, ദൈവം തൻ്റെ ദൂതനെ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് അയച്ച് ഈ സിംഹക്കുഴിയിലേക്ക് ഇറങ്ങി വന്നു, അവൻ എന്നെ രക്ഷിച്ചു. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, ഈ സിംഹങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയം ചാടി വീണ് ഇവനെ അറ്റാക്ക് ചെയ്യുവാൻ, ആക്രമിക്കുവാൻ കടന്നു എന്ന് കാണും. ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാറുണ്ട്. ഞാൻ കാൺപൂരിൽ അനേക വർഷങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഞാനൊരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എൻ്റെ കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകർ 2-3 ആർമി ക്യാപ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ ഫാക്ടറിയിലെ ഒരു എംപ്ലോയിയുടെ ഒരു മരണം നടന്നു. ഡിസംബർ മാസം, നോർത്ത് ഇന്ത്യയിൽ ഡിസംബർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം തണുപ്പുള്ള സമയമാണ്. അപ്പോൾ ഈ തണുപ്പ് സമയത്ത് ഈ മരിച്ച മനുഷ്യന്റെ ശവസംസ്കാരം അവിടെ ഗംഗാ ഘാട്ടിൽ നടക്കുകയാണ്, ഗംഗയുടെ തീരത്ത് നദിയിൽ നടക്കുകയാണ്, ഒരു ഹിന്ദുവിൻ്റെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകണം. അപ്പോൾ എനിക്കന്ന് സ്കൂട്ടറാണ് ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ സ്കൂട്ടറിൽ ഈ ക്യാപ്റ്റൻ മിശ്രയെ എൻ്റെ പുറകിൽ ഇരുത്തിക്കൊണ്ട് ഞങ്ങൾ ഈ ശവസംസ്കാരത്തിനായിട്ട് ഭയങ്കര തണുപ്പത്ത് പോവുകയാണ്. ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും ഭയങ്കര തണുപ്പാണ്. കോട്ടൊക്കെ എത്ര ഇട്ടാലും ഓപ്പൺ ഏരിയയിൽ പോകുന്നല്ലേ സ്കൂട്ടറിൽ, 2 വീലറിൽ. അപ്പോൾ ഭയങ്കര തണുപ്പത്ത് അങ്ങോട്ട് പോകുന്നു. ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട്, ഞാൻ സംസാരിക്കുന്നു, അവൻ മറുപടി പറയുന്നു, അവൻ സംസാരിക്കുന്നു, ഞാൻ മറുപടി, ഇങ്ങനെ ഞങ്ങൾ സ്കൂട്ടറിൽ തന്നെ ഇടത്തോട്ടും പുറത്തോട്ടും തലചരിച്ച് സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. കുറെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക, പുറകിൽ നിന്ന് ഒരു മറുപടിയും വരുന്നില്ല. ഞാനൊന്ന് ചരിഞ്ഞൊന്ന് നോക്കി, സ്കൂട്ടർ ഓടിക്കുകയാണല്ലോ, സ്പീഡിൽ പോവുകയുമാണ്. അപ്പോൾ ഞാൻ ചരിഞ്ഞു നോക്കുമ്പോൾ എന്തോ ഒരു അപാകത. അപ്പം പെട്ടെന്ന് അദ്ദേഹം എൻ്റെ ദേഹത്തൊന്ന് തള്ളി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. ഞാൻ പെട്ടെന്ന് സ്കൂട്ടർ സൈഡിലേക്ക് 2 വീലർ നിർത്തി. ഞാൻ അങ്ങോട്ട് നോക്കി, അവിടെ നിർത്തിക്കൊണ്ട് കാലുകുത്തിക്കൊണ്ട് ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ ഞാൻ കണ്ടിരിക്കുന്നു മിശ്രയുടെ മുഖം ഒരു വശത്തേക്ക് കോടിയിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് സ്കൂട്ടർ അവനെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ സ്കൂട്ടർ സ്റ്റാൻഡിൽ വലിച്ചു കയറ്റി ഇദ്ദേഹത്തിനെ ഞാൻ പിടിച്ച് താഴേക്ക് ഇറക്കി. അപ്പോൾ ആരൊക്കെയോ ഓടി വന്നു, അങ്ങൂന്നും ഇങ്ങൂന്നും, എന്തു പറ്റി. അപ്പം മിശ്രയോട് പറയുകയാണ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലായി ഇവന്റെ വശം കോടിപ്പോയി, തണുപ്പടിച്ച് ഇത് പെട്ടെന്ന് ഞാൻ ഹെൽമെറ്റൊക്കെ വലിച്ചൂരി ഞാൻ നോക്കുമ്പോൾ ഇതൊരു വശത്തേക്ക് ചരിഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് ദൈവം തന്ന ബുദ്ധിയിൽ ഞാൻ എന്തു ചെയ്തു, ഇവൻ ഇങ്ങനെ ചരിഞ്ഞിരുന്ന മുഖത്തിന് മറ്റേ വശത്ത് ഞാൻ ഒരടി കൊടുത്തു, ഒരു ഹിറ്റ് കൊടുത്തു. ആ ഒരു ഹിറ്റ് കൊടുത്തതും ഈ ലോക്കായി പോയിരുന്ന താടി അങ്ങ് ഓപ്പണായി, വിട്ടുപോയി, അതങ്ങ് നേരെയായി. പെട്ടെന്ന് ഇവനങ്ങ് സംസാരിക്കാൻ പറ്റി. അയ്യോ, താങ്ക് യു സാമൽ. അപ്പോൾ ഈ ലോക്കായിരുന്ന അതായത് നമ്മുടെ ഈ മോണ ലോക്കായി പോയി, തണുപ്പ് മൂലം വിറങ്ങലിച്ചു പോയിരുന്നത്, ഒരു ഹിറ്റ് കൊടുത്തപ്പോൾ ഓപ്പണായി പോയി. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ ഞാൻ ആ ഒരു സംഭവം ഓർക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു 10, 12, 15 സിംഹങ്ങൾ ചാടി വീണൊരു മനുഷ്യ മാംസം ഫ്രഷായിട്ട് താഴേക്ക് വരുന്നത് കാണുമ്പോൾ ഈ സിംഹങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് ചാടുകയാണ് ഇവനെ പിടിക്കുവാൻ. പക്ഷേ ഒരു സ്വർഗദൂതൻ ഇങ്ങോട്ട് വന്നു, ഇവരുടെ ഒക്കെ വശത്തോരോ അടി കൊടുത്തു, ഇവരുടെ അണക്കിട്ട് ഇവരുടെ ഈ ജോക്ക് അങ്ങ് ലോക്കായി പോയതാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ ഇവരുടെ താടി കോടിപ്പോയി. ഈ സിംഹങ്ങൾക്ക് തിന്നണമെന്നുണ്ട്, കാരണം അവരുടെ ആഗ്രഹം, അവർ വിശന്നിരിക്കുകയാണല്ലോ, അവർക്ക് തിന്നണമെന്നുണ്ട്. എന്നാൽ ഇവർക്ക് വാതുറന്ന് തിന്നുവാൻ തക്കവണ്ണം സാധിക്കാത്ത ഒരു മേഖലയിലേക്കായിപ്പോയി സിംഹങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, മൈ ഗോഡ് സെൻഡ് ഹിസ് ഏഞ്ചൽ ആൻഡ് ഷട്ട് ദ ലയൺസ് മൗത്ത്സ്. അത് കോടിക്കളഞ്ഞു, അതിനെ തുറന്ന് എന്നെ പിടിക്കുവാൻ സാധിക്കാത്ത വണ്ണം ഇതാ ദൈവം അതിൻ്റെ വായെ അടിച്ചു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഭവം പ്രിയമുള്ളവരെ. അത്തരുണത്തിൽ ദൈവം ഇതാ അവന്റെ ദാസന് വേണ്ടി
ചെയ്തു കൊടുത്തിരുന്നു. I was found innocent before God, and also, O King, I have done no wrong before you. ദൈവസന്നിധിയില്, രാജസന്നിധിയില്, ലോകത്തിന്റെ മുൻപാകെ വളരെ നിഷ്കളങ്കനായി നിർമ്മലനായി ഞാൻ ജീവിച്ചു, അതുകൊണ്ട് ദൈവം എന്നെ സഹായിച്ചു എന്നുള്ള വലിയൊരു സാക്ഷ്യം ഈ ലോക ഭരണാധിപന് നൽകി കൊടുക്കുവാൻ തക്കവണ്ണം ദാവീദ് അവനെ സഹായിച്ചു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഭവമാണ് അല്ലേ? ആ സ്വർഗദൂതൻ അവനോട് കൂടെ, ആ രാവ് അവനോട് കൂടെ ഉണ്ടായിരുന്നിരിക്കും. സിംഹങ്ങളുടെ ഒക്കെ തലയൊക്കെ തലോടിക്കൊണ്ടായിരിക്കും അവനൊരു പക്ഷെങ്കിൽ അന്ന് രാത്രി അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയത്. ഇവര് പോലും, സിംഹങ്ങൾ പോലും ഉറങ്ങി കാണത്തില്ല, കാരണം അവരുടെ പെയിൻ കൊണ്ട് അവരുടെ മുഖം കൂടിയിരിക്കുന്നത് കൊണ്ട്. എന്നാൽ എന്താണ് കാണുന്നത്? എ മാൻ ഓഫ് അട്ടർ ഫെയ്ത്ത്, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചവൻ. 6:23 നാം വായിക്കുന്നു, 6:23, അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു, ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി. അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. അവൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ട് അവന് യാതൊരു കേടും സംഭവിച്ചതായിട്ട് കണ്ടില്ല. രാജാവ് ഓർഡർ കൊടുത്തു, ദാനിയേലിനെ അവിടെ നിന്ന് കയറ്റി. എന്നിട്ട് ഇത് ആരെന്തിനു ചെയ്തു? പ്ലോട്ടെല്ലാം രാജാവിന് പെട്ടെന്ന് മനസ്സിലായി. ഇവർ ചെയ്ത തന്ത്രങ്ങളൊക്കെ രാജാവിന് പെട്ടെന്ന് വെളിപ്പെട്ട് കിട്ടി. രാജാവ് എന്താണ് പറയുന്നത്? ആ ചെയ്ത ഇവനെതിരായിട്ട് പ്രവർത്തിച്ചവരെ മാത്രമല്ല, കുടുംബങ്ങളെ മുഴുവൻ, ഇന്നസെന്റായ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും പോലെ കൂടെ ഒരുമിച്ച് അവന്റെ കുടുംബങ്ങളെ തന്നെ ഇതാ അവൻ നശിപ്പിക്കുകയാണ്. ഇവരെയൊക്കെ കൊണ്ടുവന്ന് നാം വായിക്കുന്ന അടുത്ത വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവരെ ഇതേ ദ്വാരത്തിൽ കൂടെ ഈ സിംഹങ്ങൾക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്തു. നാം അവർ വായിക്കുന്നത് അവരുടെ ശരീരം താഴെ വരാൻ സമ്മതിച്ചില്ലെന്നാണ്. അപ്പോഴത്തേക്ക് ഈ അവിടെ ഉണ്ടായിരുന്നതായ സ്വർഗദൂതൻ തന്നെ ഒരു പക്ഷെങ്കിൽ ഞാൻ ആ മിശ്രയുടെ താടിക്ക് തട്ടിയതുപോലെ മറ്റേ വശത്ത് തട്ടി അത് ഓപ്പൺ ചെയ്തു. അവർക്ക് തിന്നുവാനുള്ള ബലം ലഭിച്ചു എന്ന് നാം കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. അപ്പോൾ ദാനിയേൽ പ്രൂവ്ഡ് ഹിംസെൽഫ് എ മാൻ ഓഫ് എക്സലന്റ് സ്പിരിറ്റ്, എ മാൻ ഓഫ് ഫെയ്ത്ത്ഫുൾനെസ്. Daniel proved himself as a man of prayer and praise, a man of living testimony, a man of divine nature, a man of faith. മലയാളത്തിലേക്ക് വരുമ്പോൾ ദാനിയേൽ എന്തൊക്കെയായിരുന്നു? അവൻ ഉത്കൃഷ്ട മാനസനായിരുന്നു, വിശ്വസ്തനായിരുന്നു, പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുന്നവനായിരുന്നു, ഉത്തമ സാക്ഷ്യം ഉള്ളവനായിരുന്നു, ദൈവിക സ്വഭാവങ്ങൾ ഉള്ളവനായിരുന്നു, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച ഒരു ദൈവ പൈതൽ. ഞാനൊരു പക്ഷേ ഇതിനെ വൈസ് വേഴ്സ കാണുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ അവൻ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചത് കൊണ്ടാണ് അവനൊരു നിർമ്മല ഹൃദയം ഉണ്ടായിരുന്നത്, ഒരു ഉത്കൃഷ്ട മാനസനായിരുന്നത്. അവൻ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചത് കൊണ്ടാണ് അവൻ വിശ്വസ്തനായിരുന്നത്. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചത് കൊണ്ടാണ് അവൻ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുന്നവനായിരുന്നത്. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചത് കൊണ്ടാണ് അവനൊരു ഉത്തമ സാക്ഷ്യം ഈ ലോകത്ത് പുലർത്തുവാൻ തക്കവണ്ണം സാധിച്ചത്. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചത് കൊണ്ട് ദൈവിക സ്വഭാവങ്ങളെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ അവന്റെ നേച്ചർ തന്നെ മാറി. ഇതാ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. എനിക്കും നിങ്ങൾക്കും പുതിയ സൃഷ്ടികളായിട്ട് കർത്താവ് നമ്മെ ആക്കിയിരിക്കുമ്പോൾ ഈ എല്ലാ സ്വഭാവ രീതികളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുകയാണ്. നാം ഉത്കൃഷ്ട മനസ്സരാണോ? നിർമ്മല ഹൃദയരാണോ? നാം വിശ്വസ്തരാണോ? ദൈവസന്നിധിയിൽ ലോകസമക്ഷം നാം വിശ്വസ്തരാണോ? നമ്മൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ, നമ്മുടെ ഡ്യൂട്ടിയോടുള്ള ബന്ധത്തിൽ, നാം ഇടപെടുന്ന രീതികളിലൊക്കെ നാം വിശ്വസ്തരാണോ? എല്ലാ രംഗങ്ങളിലും പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുന്നവരാണോ? ഉത്തമ സാക്ഷ്യം നാം പുലർത്തുന്നവരാണോ? അയൽപക്കത്തുകാരൻ എന്നെപ്പറ്റി, നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പറയുന്നത്? അവൻ നമ്മുടെ ശത്രുവായി മാറിയിട്ടുണ്ടോ? അതോ എപ്പോഴും നോ, ദർ ഈസ് സംതിങ് സ്പെഷ്യൽ ഇൻ ദിസ് ഹൗസ്, ഈ ഒരു ഭവനം ഞങ്ങൾക്കെതിരെയുള്ളത്, ഞങ്ങൾ ക്രിസ്ത്യൻസ് അല്ല, ഞങ്ങൾ ബിലീവേഴ്സ് അല്ല, ഇവർ പോകുന്ന പള്ളി ഞങ്ങൾ പോകുന്നില്ല ഒക്കെയാണ്, എന്നാലും ഈ ഒരു കുടുംബം, ദർ ഈസ് സംതിങ് സ്പെഷ്യൽ വിത്ത് ദാറ്റ് ഫാമിലി. നമ്മളെപ്പറ്റി അങ്ങനെയാണോ ലോകം കാണുന്നത്? അപ്പോൾ നാം ഈ സുവിശേഷം ലോകത്തിൽ അറിയിക്കാൻ നാം ബന്ധപ്പെടുമ്പോൾ, പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും സാക്ഷ്യം അനുകൂലമായിരിക്കണമെന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. അപ്പോൾ എന്നെപ്പറ്റി, നിങ്ങളെപ്പറ്റി ലോകം എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുകൊണ്ട് ഉത്തമ സാക്ഷ്യം പുലർത്തുന്നവരായിരിക്കണം. ദൈവീക സ്വഭാവങ്ങൾ,
നമ്മുടെ ആ ടിറ്റ് ഫോർ ടാറ്റ് അല്ല, പ്രതികാരത്തിന് പ്രതികാരമല്ല, നന്മയാൽ തിന്മയെ ജയിപ്പാൻ തക്കവണ്ണം കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നാം അതിനനുസരിച്ച്, പൗലോസ് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് മുൻപോട്ട് നാം അത് പുലർത്തേണ്ടത് ആവശ്യമാണ്. ദൈവിക സ്വഭാവങ്ങൾ പുലർത്തേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഒരു സന്ദർഭത്തിൽ നാം കർത്താവിനോട് ചേർന്ന് ആയിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ദാനിയേലിനെ പറ്റി നാം കണ്ടത്, അവൻ ശുഭപ്പെട്ടിരുന്നു. ആ ഒരു രാജാവിന്റെ സമയത്ത് മാത്രമല്ല, അതിനുശേഷം വന്ന ചക്രവർത്തി കോരേശ് രാജാവ്, ദ കിങ് സൈറസ്, അവന്റെ സമയത്തും അവനിത് അനുഗ്രഹിക്കപ്പെട്ടവനായി കഴിയുകയാണ്. ഒന്ന് ചിന്തിക്കുക, ദാര്യാവേശും കോരേശും ഒക്കെയാണ് യെരൂശലേം മന്ദിരം പണിയുവാൻ തക്കവണ്ണം അവരുടെ ട്രഷറിയിൽ നിന്ന് പണം കൊടുത്ത് നെഹമ്യാവിനെയും എസ്രയെയും നമ്മുടെ ശെയൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലിനെ ഒക്കെ ഇങ്ങോട്ട് അയക്കുന്നത് ഓർത്തോണം. അപ്പോൾ ഒരു ദൈവദാസന് ആ രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ എത്രമാത്രം കവർന്നെടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് അവന്റെ ആ സ്വഭാവ വിശേഷത കൊണ്ട്. അപ്പോൾ ദൈവത്തിന്റെ മുൻപിൽ ഇവരൊരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷിയായിട്ട് അവൻ മാറിയപ്പോൾ ഇവർക്കും ആ ദൈവിക ചിന്ത നൽകി കൊടുക്കുവാൻ തക്കവണ്ണം സാധിച്ചു. ഇതിനുശേഷം ആ ചക്രവർത്തി തിരുമനസ്സുകൊണ്ട് ലോകമൊട്ടാകെയുള്ള, അവസാനം നാം കാണുന്നുണ്ട്, 120 ദേശങ്ങളിലേക്ക് അവരവരുടെ ഭാഷയിൽ രാജാവ്, ചക്രവർത്തി ഇതാ ഒരു വലിയ രാജകൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ഇന്നു മുതൽ ഞാനല്ല ഇമ്പോർട്ടന്റ്, എന്നോടല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ദാനിയേലിന്റെ ദൈവം, ജീവനുള്ള ദൈവം, ദാനിയേലിന്റെ ജീവനുള്ള ദൈവത്തെ മാത്രമേ നിങ്ങൾ വന്ദിക്കാവൂ. ഇസ്രയേലിലെ ദൈവമാണ് മഹാദൈവം. ആ ദൈവത്തെ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം, ആരാധിക്കണം. അവനിതാ രാജകൽപ്പന പുറപ്പെടുവിക്കുകയാണ്. അപ്പോൾ എത്ര വലിയൊരു വ്യത്യാസം ലോകത്തിന് വരുത്തുവാൻ തക്കവണ്ണം, പ്രിയമുള്ളവരെ, ഈ ദാനിയേലിന് സാധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. പ്രത്യേക ദൈവം നമ്മെ സഹായിക്കട്ടെ. വരും ദിവസങ്ങളിൽ നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവമഹത്വത്തിനു വേണ്ടി ഞാനും നിങ്ങളും ജീവിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ലെറ്റ് us സ്പെൻഡ് അവർ ടൈം ഫോർ ദ ലോർഡ്. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നാം ബിസി ആയിരിക്കും, ജോലി ആയിരിക്കും, ബദ്ധപ്പാടുകൾ കാണും. കഴിഞ്ഞ അനേക വർഷങ്ങൾ ഞാൻ ജോലിയോടൊപ്പമാണ് കർത്താവിനെ ഞാനും എൻ്റെ കുടുംബവും സേവിച്ചത്. ഞങ്ങളുടെ ഒരു സ്ലോഗൻ തന്നെ ഏതായിരുന്നു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്ത് തന്നെ വന്നുകൊള്ളട്ടെ, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. പാടനാട്ടിൽ ഒരു സാധു കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ആഹാരം പോലും ശരിക്ക് കഴിക്കാനില്ലാത്തതായ ഒരു പരിതസ്ഥിതിയിൽ വളർന്നു വന്നു. അനേക കുഞ്ഞുങ്ങൾ. അപ്പോൾ 6 പെൺമക്കൾ ഭവനത്തിലുണ്ടായി. യാക്കോബ കുടുംബങ്ങളിൽ നിന്ന് വന്ന മാതാവും പിതാവും അവർക്ക് ലഭിക്കുന്നതൊക്കെ പെൺകുഞ്ഞുങ്ങൾ. അമ്മച്ചി കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്കൊരാൺ സന്തതി, കാരണം ലോകം നിന്ദിക്കുകയായിരുന്നു. ഒരാൺകുഞ്ഞിനെ തരാത്തത് നീ പള്ളി വിട്ടു പോയത് കൊണ്ട് നിനക്ക് ദൈവശിക്ഷയാണെന്ന് വരെ സമൂഹം പറയുമായിരുന്നു. ആ സമയത്താണ് അമ്മച്ചി പ്രാർത്ഥിച്ച് എന്നെ കർത്താവിൽ നിന്ന് നേടുന്നത്. 43-ാമത്തെ വയസ്സ് ഞാൻ അമ്മച്ചിക്ക് ജനിക്കുമ്പോൾ എനിക്ക് ശാമൂൽ എന്ന് പേരിട്ടിട്ട് എന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്, ഹന്നയ്ക്ക് നീ കൊടുത്തതുപോലെ തന്നെ കർത്താവേ, എനിക്ക് ചോദിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് നീ തന്ന ഈ മകനെ നിനക്ക് വേണ്ടി ഇതാ ഞാൻ സമർപ്പിക്കുന്ന കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. എന്നാൽ ഒരു പൂർണ്ണ വിളി ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ ജോലിയോടൊപ്പമാണ് കർത്താവിനെ അനേക വർഷങ്ങൾ സേവിച്ചത്. പ്രിയമുള്ളവരെ, 15 വർഷം എയർഫോഴ്സിലും 26 വർഷം വടക്കേ ഇന്ത്യയിൽ കാൺപൂരില്, മ്ലേച്ഛ പട്ടണമാണ്, വലിയ പ്രശ്നങ്ങളുള്ള പട്ടണമായിരുന്നു. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ എൻ്റെ ഭവനത്തിലുണ്ടായിരുന്നു. ഒരു റൂമിൽ ഞാനും ഭാര്യയും കൂടെ തുടങ്ങിയ ഒരു ചെറിയ കൂട്ടം, ഒരു ഹിന്ദു കുടുംബത്തെ തൊട്ട് തുടങ്ങി 100-ൽ പരം മെമ്പേഴ്സ് ആ ചർച്ചിൽ വരുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. എല്ലാ ഹിന്ദുക്കളും സർദാർജിമാരും മാത്രമായിരുന്നു വിശ്വാസികളായിട്ട് കടന്നു വന്നത്. അപ്പോൾ ഓരോരുത്തരെ പോയി ഇടപെട്ട്, അപ്പോൾ ഞങ്ങളുടെ ഒരു ഭവനം ഒരു വിശ്വാസ ഭവനമായിട്ട് ലോകം കണ്ടു. ആ ഭവനത്തിൽ നിന്ന് ഒരു സാക്ഷ്യം പുലർത്തുവാൻ തക്കണ്ണം ദൈവം കൃപ ചെയ്ത് പ്രത്യേകാല്. അതുകൊണ്ടാണ് ആ മിനിസ്ട്രി ഒക്കെ സക്സസ് ആയി തീരുവാൻ തക്കണ്ണം ഇടയായത്. അതിനുശേഷമാണ് ഞാൻ അമിറ്റി യൂണിവേഴ്സിറ്റിയിലേക്ക് നല്ലൊരു പൊസിഷനിലേക്ക് കടന്നു പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന നിമിഷം മുതൽ ദൈവം എന്നെ ആഫ്രിക്കയിലേക്ക് വിളിക്കുകയായിരുന്നു. എന്തിനും ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ തിരസ്കരിച്ചു. 6 മാസം പ്രിയമുള്ളവരെ ഞങ്ങൾ തിരസ്കരിച്ചു. കർത്താവെ, ഞങ്ങളെ എന്തിന് ഈ ദേശത്തേക്ക് അയക്കണം? ആഫ്രിക്കയെ പറ്റി ഞങ്ങൾക്ക് ഒരു വിളിയുമില്ല. വടക്കേ ഇന്ത്യയാണ് ഞങ്ങളുടെ പ്രാധാന്യം. ഡോക്ടർ CV ബേബി ആഗ്രയിൽ നിന്ന് കോയിപ്പുറത്ത് കടന്നു വന്ന് കോയിപ്പുറത്ത് ചെയ്ത ഒരു കൺവെൻഷനിലാണ് ഞങ്ങളെ വെല്ലുവിളിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ കാൺപൂരിൽ തന്നെ സ്ഥിരവാസമാക്കുവാൻ കാരണമായത്. കർത്താവെ, നോർത്ത് ഇന്ത്യയിൽ ഇത്ര വലിയൊരു സഭ കാൺപൂരിലുണ്ട്, ഇതൊക്കെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങനെ പോകുമെന്നുള്ള വലിയ ചിന്തയിലായിരിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ എന്നെ വിളിക്കുന്ന ആൾ 6 മാസം വിളിച്ചു. ഞാൻ വേണ്ട, അവർ പറയുന്നു, ഞങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ക്രിസ്ത്യനെ ഈ ദേശത്തേക്ക് വേണം, ഇവിടെ ഒരു വലിയ കാര്യം സാധിക്കാനുണ്ട്.
അവിടുത്തെ വലിയൊരു NGOയുടെ ഹെഡായിട്ടാണ് എന്നെ വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവിടെ കടന്നു വരണം, വലിയൊരു മിനിസ്ട്രി ഉണ്ട്, നോക്കണം എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്ത് കാൺപൂരിൽ നിന്ന് അവിടേക്ക് പോയ ഒരു ഹിന്ദു, ഒരു ഫനാറ്റിക് ഹിന്ദു രഠോറിനെയാണ് എന്നെ വിളിക്കുവാൻ തക്കവണ്ണം ഉത്തരവാദപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അണ്ടറിൽ 10 വർഷം വർക്ക് ചെയ്ത് പോയ രഠോറാണ്. രഠോർ എന്നെ എന്നും വിളിക്കും, സർ പ്ലീസ് കം, സർ പ്ലീസ് കം. ഞങ്ങൾ റിഫ്യൂസ് ചെയ്തു. ഞാൻ പറഞ്ഞു, മോനെ, അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ 56-57 വയസ്സാകുന്ന എനിക്ക് അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ പുതിയൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ജോലി കിട്ടി. ഒരു റിട്ടയർമെന്റ് ഇല്ലാത്ത ജോലി, വളരെ ആനുകൂല്യങ്ങളുണ്ട്, 1.5 ലക്ഷത്തിൽ പരം കുട്ടികൾ പഠിക്കുന്ന വലിയ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി. ഇങ്ങനൊരു പൊസിഷൻ വരണമെങ്കിൽ മേജർ ജനറൽ, ബ്രിഗേഡിയേഴ്സ് ഒക്കെ ആ പോസ്റ്റ് അവിടെ ഉള്ളത്. എന്നാൽ ഞാനൊരു വെറും ഒരു എക്സ് എയർഫോഴ്സ് സാർജന്റ് ആണ്. എന്നാൽ എനിക്ക് ദൈവം നൽകിയപ്പോൾ ദൈവത്തിനൊരു ആവശ്യമുണ്ട് എന്നെ ഇവിടെ, അതുകൊണ്ടാണ് എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്. അല്ല സർ, നോ, ദാറ്റ് ജോബ് ഈസ് നത്തിങ്, ദാറ്റ് ചർച്ച് ഈസ് നത്തിങ്, സർ യു കം ടു ആഫ്രിക്ക. ഇവൻ എന്നെ വിളിക്കുക. പിന്നെ ഞാൻ തിരസ്കരിച്ചപ്പോൾ പ്രിയമുള്ളവരെ, 6 മാസം കഴിഞ്ഞ് 2007 ജൂൺ ആദ്യം ഈ രഠോർ അമിറ്റി യൂണിവേഴ്സിറ്റിയിലേക്ക് എൻ്റെ ഓഫീസിലേക്ക് വന്നു. എന്നോട് പറഞ്ഞു, എൻ്റെ ഓഫീസും എൻ്റെ പദസ്ഥിതിയും ചുറ്റുപാടും ഒക്കെ കണ്ടു. സർ, ദിസ് ഇസ് നത്തിങ്. എന്നോട് പറയുകയാണ്, ദിസ് ഇസ് നത്തിങ്. നീ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ അവിടെ വലിയ സംഭവം നടക്കും. സർ, നിന്റെ ചർച്ചിൽ ഇപ്പം 100 പേരല്ല ഉള്ളൂ, അവിടെ 1000, 2000, 5000, 10000 പേരുള്ള ചർച്ചുകളുണ്ട്. ദർ ഇസ് നോ വൺ ടു ടീച്ച് ദ വേർഡ് ടു ദം. നീ ചെയ്യുന്ന പോലെ പറയാൻ ആരുമില്ല, നീയും മാടവും പറയുന്നത് പോലെ പറയാൻ ആരുമില്ല. കാരണം ഞാൻ ഇവനെ ക്രിസ്മസിന്റെ ഒക്കേഷൻസിലും ഈസ്റ്ററിന്റെ ഒക്കേഷനൊക്കെ ഞങ്ങൾ ഓരോ എക്സ്ക്യൂസ് ഉണ്ടാക്കി ഞങ്ങൾ മീറ്റിംഗ് വീട്ടിൽ വെക്കുമായിരുന്നു കാൺപൂരിൽ. ഒരു റൂം നിറഞ്ഞ് ഇരിക്കാൻ സ്ഥലമില്ലാതെ 2 റൂം ഒന്നാക്കി, പിന്നെയും സ്ഥലമില്ലാതെ വന്ന് ഞങ്ങൾ മേളിൽ ടെറസിൽ ഞങ്ങൾ ചർച്ച് ഹോൾ വെച്ചിട്ടാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. കാരണം പുറത്ത് പള്ളി വെക്കുവാൻ അന്ന് അനുവദിക്കുന്നില്ലായിരുന്നു BJP ഗവൺമെന്റ്. എന്നിട്ടും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ പറയുന്നത്, ഇതൊന്നുമില്ല, നീ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ രീതി ഉണ്ടല്ലോ, അതിനിവിടെ അനേകരെ നേടുവാൻ. ലാസ്റ്റിൽ ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവൻ ഒടുവിൽ പറഞ്ഞ ഒരു വാചകം, പ്രിയമുള്ളവര്, ദൈവാത്മാവ് പറഞ്ഞൊരു വാചകം, അതിനു മുൻപ് ഞങ്ങൾ തകർന്നു പോയി. അവൻ പറഞ്ഞത്, സർ, if you come to Kenya, you can bring thousands of African souls to Jesus. ഒരു ഹിന്ദുവാണ്, ഒരു ഫനാറ്റിക് ഹിന്ദു. അവനെ ദൈവം ഉപയോഗിച്ച് എന്നോട് പറയുകയാണ്, നീ ആഫ്രിക്കയിലേക്ക് വന്നാൽ നിനക്ക് 1000കണക്കിന് ആഫ്രിക്കൻ ആത്മാക്കളെ യേശുക്രിസ്തുവിനുള്ളവനാക്കുവാൻ സാധിക്കും. ഒരു ഹിന്ദു എന്നോട് പറഞ്ഞ് എന്നെ വെല്ലുവിളിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവനത് പറയുമ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞ് അവന് മുൻപിൽ വെച്ച് ഞാൻ പറഞ്ഞു, മോനെ, ഞാൻ ഓർത്ത് കെനിയയിലെല്ലാം ക്രിസ്ത്യൻസാ, അവിടുത്തെ മന്ത്രിമാരൊക്കെ ക്രിസ്ത്യൻ, പ്രസിഡന്റ് ക്രിസ്ത്യൻ, ഞാൻ അവിടെ വന്ന് എന്തോ കാണിക്കാനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. നോ സർ, ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. അവർ പറയും ബോണഗെയിനാ, അവർ പറയും പാസ്റ്ററാ, ബിഷോപ്പാ. പക്ഷെ പിറ്റേ ദിവസം ഞാനൊരു ബിയർ കുടിക്കാൻ ഒരു ബിയർ ബാറിൽ ചെല്ലുമ്പോൾ ഇന്നലെ കണ്ട പാസ്റ്റർ ഒരു പെൺകുട്ടിയുടെ തോളി കൈമിട്ടുകൊണ്ട് അവിടെ നിന്ന് കള്ളു കുടിക്കുന്നത് കാണാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. പ്രിയമുള്ളവരെ, ജൂൺ 15 തന്നെ 15 ദിവസത്തിന് ശേഷം ഞാൻ കടന്നു പോവുകയായിരുന്നു. ജോലി വിട്ട് കടന്നുപോയി. അവിടെ ചെന്ന് ദൈവം വലിയ മേഖലകളെ തുറന്നു തന്നു. പറയുവാൻ സമയമില്ല, നമ്മുടെ സമയം കഴിഞ്ഞല്ലോ. ദൈവം അനുവദിച്ചാൽ വേറെ സമയത്ത് അതിൻ്റെ ക്ലിപ്പിങ്സ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടെങ്കിലേ വിശ്വസിക്കത്തുള്ളൂ. 1000കണക്കല്ല, 10000കണക്കല്ല ആൾക്കാരെ വിശ്വാസത്തിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം 10 വർഷം ദൈവം ഞങ്ങളെ പ്രത്യേകാലെടുത്ത് ഉപയോഗിച്ചു. എനിക്ക് ചേർന്നൊരു ഭാര്യയും വളരെ സന്തോഷത്തോടെ കർത്താവിൻ്റെ വേല, ഏത് കഷ്ടങ്ങളും സഹിച്ചുകൊണ്ട്, ഏത് പ്രതികൂലങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാനുള്ളതായ മേഖലകൾ കർത്താവ് തുറന്നു തന്നു. ഗിഡിയോന്റെ നാഷണൽ ചാപ്ലൈൻ ആയിരുന്നു ഞാൻ ആ ലാസ്റ്റ് സമയം ഞാൻ ആ ജോലിയിലേക്ക് അവിടെ അമിറ്റി ചെല്ലുമ്പോൾ. അതൊക്കെ വിട്ടിട്ട് ഞാൻ പോയി. കാരണം എബ്രഹാം തോമസ് ഒക്കെ പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കാനുള്ള വലിയ കൃപ ദൈവം ഞങ്ങൾക്ക് നൽകിയിരുന്നു, പ്രത്യേകിച്ച് ഗിഡിയോന്റെ ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട്. അപ്പോൾ കടന്നുപോയി. പ്രിയമുള്ളവരെ, എൻ്റെ ചെയർമാൻ്റെ പെർമിഷൻ എടുത്ത് ചെയർമാനോട് ഞാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ ഇവിടെ ജോലി ചെയ്തിട്ട് ഇപ്പം ഞാൻ പോയിരിക്കുന്നത് ഹാൻഡ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന വലിയൊരു ഇന്റർനാഷണൽ NGOയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, സർ, ഐ ആം നോട്ട് ഹാപ്പി വിത്ത് ദിസ്. നീ തന്ന വീടോ, നീ തന്ന കാറോ, നീ തന്ന ജോലിയോ ശമ്പളമോ ഒന്നുമല്ല എനിക്ക് വിഷയം. വി ആർ ഹിയർ ഫോർ എ പർപ്പസ്. ഈ 57ാമത്തെ വയസ്സിൽ എന്നെ കെനിയയിലേക്ക് കൊണ്ടുവന്നു എങ്കിൽ ദൈവത്തിന് എന്നെ പറ്റി വലിയൊരു ഉദ്ദേശമുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരുന്നത്. എയർഫോഴ്സിലായിരുന്നപ്പോഴും അതുപോലെ തന്നെ അമിറ്റിയിലായിരുന്നപ്പോഴും ഞാൻ ആ ഇംഗ്ലീഷ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യുവാനുള്ള മേഖലകൾ ഞങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നു. അന്ന് ഗിഡിയോൺസിലും ബൈബിൾ സൊസൈറ്റിയിലും ഹഗായ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒക്കെ വളരെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനം എനിക്ക് ഇവിടെ ചെയ്യുവാനും ആഗ്രഹമുണ്ട്. സോ ഐ വാണ്ട് ടു
സെർവ് ദ ലോർഡ്. അയ്യോ, അയാളത് കേട്ടത്. അപ്പൊ അയാളൊരു ഹിന്ദു, ഈ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു ഹിന്ദു പട്ടേൽ കുടുംബത്തിൽ നിന്ന്, ഒരു സോനാർ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ദൈവദാസനാണ്. അപ്പോൾ വലിയ സന്തോഷം. ഓ, ഐ നെവർ ന്യൂ യു ക്യാൻ പ്രീച്ച് ലൈക്ക് ദാറ്റ്, യു ആർ പെർമിറ്റഡ്, നീ പൊക്കോ, എന്തുകൊണ്ടും ചെയ്തു. പ്രിയമുള്ളവരെ, 2-3 ദിവസം ഞാനങ്ങ് കെനിയയുടെ കോണിലൂടെ പോകുമായിരുന്നു. പാതിരാത്രി മടങ്ങി വന്ന് ചിലപ്പം 12 മണിക്കായിരിക്കും വല്ല സൈൻ ചെയ്യാനുള്ള പേപ്പറൊക്കെ സൈൻ ചെയ്യുന്നത്. കാരണം സ്റ്റാഫൊക്കെ ഇഷ്ടം പോലെ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാ സ്വാതന്ത്ര്യവും അദ്ദേഹം എനിക്ക് തന്ന് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ. അങ്ങനെയാണ് കർത്താവിൻ്റെ വേല ചെയ്തു തുടങ്ങിയത്. 115 സ്കൂളുകളിൽ അനേകായിരം കുഞ്ഞുങ്ങളെ രക്ഷയിലേക്ക് നയിപ്പാൻ ദൈവം ഉപയോഗിച്ച പ്രിയമുള്ളവരെ. അത് മാത്രമല്ല, ഇതിന് ശേഷമാണ് ഞങ്ങൾ കേൾക്കുന്നത് വലിയൊരു ഗൂഢസംഘം അവിടെയുണ്ട്. മുങ്കിക്ക്, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കാണാം, മുങ്കിക്ക് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ സേന. ഞാൻ ചെന്ന ദിവസം വൈകിട്ട് എന്നോട് എൻ്റെ ബോസ് ചോദിച്ചു, നീ ഇന്ന് രാവിലെ നടക്കാൻ പോയി, ഇന്നലെ വൈകിട്ട് നടക്കാൻ പോയെന്നൊക്കെ ഞാൻ കേട്ടു, ഈവനിങ് വാക്ക്, മോർണിംഗ് വാക്ക്. ഞാൻ പറഞ്ഞു, സാർ അത് ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങൾ പട്ടാളക്കാരൊക്കെ അല്ലേ, എയർഫോഴ്സുകാരല്ലേ, ഞങ്ങൾക്ക് ഈ വാക്കിംഗ് ഒക്കെ എപ്പോഴും ഉണ്ട്, എക്സർസൈസ് ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞു, സാമുവൽ, നീ മോർണിംഗ് നടന്നു, പക്ഷെ പ്രശ്നമില്ല, പക്ഷേ ഈവനിങ് യു ഡോണ്ട് ഗോ ഫോർ എ വാക്ക്. ഈവനിങ് എന്ന് പറഞ്ഞാൽ അവിടെ 5 മണിയാകുമ്പോഴത്തേക്ക് സന്ധ്യയാകും നെയ്റോബിലൊക്കെ, 5-5:30 ആകുമ്പോൾ. അപ്പൊ ഈവനിങ് വാക്ക് നീ പോകരുത്. കാരണം എന്താണെന്നറിയാമോ? ഇവിടെ മുങ്കിക്ക് എന്ന് പറയുന്ന വലിയൊരു ക്രിമിനൽ സേനയുണ്ട്. അവർ നീ യേശുനാന്ന് കണ്ടുകൊണ്ട് നിന്നെ അവർ അപഹരിച്ചു കൊണ്ടുപോകും. അവിടെ വലിയ പ്രശ്നമായിരിക്കും. ഞാൻ മില്യൺസ് കൊടുക്കേണ്ടി വരും നിന്നെ അവിടെ നിന്ന് വിടുവിക്കണമെങ്കിൽ. അതുകൊണ്ട് ഏഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ ബിസിനസ്സുകാരും വലിയ മോൾസ് ഒക്കെ ഓൺ ചെയ്യുന്നവർ, ഫാക്ടറി ഓൺ ചെയ്യുന്നവർ, സൂപ്പർ മാർക്കറ്റ്സ് ഓൺ ചെയ്യുന്നവരൊക്കെ ഇവിടുത്തെ എല്ലാ ഷാ പട്ടേൽ ഏഷ്യൻസ്. അവരെ ഏഷ്യൻസിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഒരു ഏഷ്യൻ ക്രിസ്ത്യൻ ഉണ്ടെന്ന് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് നീ സൂക്ഷിക്കണം, നീ പോകരുതെന്നൊക്കെ എന്നെ വളരെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സർ, ഞാൻ തമാശയായിട്ട് ഞാൻ പറഞ്ഞു, സർ, ഇഫ് ഐ സീ ദാറ്റ് മുങ്കിക്ക് ഐ കുഡ് ഷെയർ ദ ഗോസ്പൽ വിത്ത് ദാറ്റ് പേഴ്സൺ. ഞാനങ്ങ് തമാശയായിട്ട് അവനോട് അന്ന് പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, ആ ഒരു ചിന്ത ഞങ്ങളുടെ ഉള്ളിൽ കടന്നു. ലോകത്തിലെ ലാർജസ്റ്റ് ക്രിമിനൽ ഫോഴ്സ് ആണ് മുങ്കിക്ക് എന്ന് പറയുന്ന സേന. ജോൺ മൈന ജങ്ക, ജോൺ എന്ന് വിട്ട പേര് പിന്നിട്ടതാണ്. മൈന ജങ്ക എന്ന് പറയുന്ന ഒരു ഹെഡാണ് അതിനെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അവൻ ലീഡ് ചെയ്തു. മെമ്പേഴ്സ് അങ്ങ് കൂടി 5 മില്യൺ, 50 ലക്ഷം യുവാക്കളുടെ വലിയൊരു ക്രിമിനൽ സേനയാണ് മുങ്കിക്ക് എന്ന് പറയുന്നത്. ഒരൊറ്റ പാസ്റ്റർമാര്, ബിഷപ്പന്മാര്, നമ്മുടെ ഇവാഞ്ചലിസ്റ്റ് ആരും കടന്നു പോകാത്തൊരു മേഖല. പ്രിയമുള്ളവരെ, ഞങ്ങൾ അന്നു മുതൽ പ്രാർത്ഥിച്ചു, ദൈവമേ, എക്സ് എയർഫോഴ്സ് പോലീസ് എല്ലാ ധൈര്യത്തോടും കർത്താവിന്റെ സന്നിധിയിൽ ജീവിച്ചു. അതുപോലെ തന്നെ എല്ലാ ബോൾഡ്നെസ്സിലും ധൈര്യത്തിലും ഈ ലോകത്തിൽ ജീവിച്ചു. പട്ടാളത്തിൽ വെടിയുണ്ടയേൽക്കാൻ പോലും തയ്യാറായി ആ പോലീസ് ജോലി കൃത്യമായിട്ട് ചെയ്ത ഒരാളാണ്. കർത്താവേ, വൈ ഡോണ്ട് യു യൂസ് മീ? എന്തുകൊണ്ട് എന്നെ ഉപയോഗിച്ചുകൂടാ നിനക്ക്? ഞാൻ കടന്നു പോകാം. പ്രിയമുള്ളവരെ, 3 വർഷം പ്രാർത്ഥിച്ചു. 2010 സെപ്റ്റംബർ 29 ആ ക്രിമിനൽ ലീഡർ എന്നെ വിളിക്കുകയാണ്. പാസ്റ്റർ, എന്നെ പാസ്റ്റർ അഡ്രസ് ചെയ്തുകൊണ്ട് ഫോണിൽ വിളിക്കുകയാണ്. പാസ്റ്റർ, ഐ വാണ്ടഡ് ടു സീ യു, നിന്നെ കാണണം. ഞാൻ ചോദിച്ചു, ആരാ സംസാരിക്കുന്നത്? മൈന ജങ്ക. സത്യം പറഞ്ഞാൽ ഷോക്കായി പോയ ഉള്ളിൽ ആദ്യം. പെട്ടെന്ന് ഞാൻ നോർമലായിട്ട് ഞാൻ പറഞ്ഞു, മൈന ജങ്ക എന്ന് പറഞ്ഞാൽ ഒരു പേര്, ഒരു വലിയൊരു ക്രിമിനൽ ഫോഴ്സിന്റെ ലീഡറായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അവനാണോ നീ? അതോ അതേ പേരുള്ള വേറെ ആരെങ്കിലും ആണോ? അവൻ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ, ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഐ ആം ദ സെയിം പേഴ്സൺ. ഞാൻ തന്നെ ആണ് ആ ആളെന്ന്. പ്രിയമുള്ളവരെ, കണ്ടു, പോയി. വലിയൊരു കൊയ്ത്തായിരുന്നു. പിറ്റേ 3 ആഴ്ച 5000-ൽ പരം ക്രിമിനൽസ് വിശ്വാസത്തിൽ വരുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. ഒരു ദിവസം ഫെബ്രുവരി 5 ഫെബ്രുവരി 2011 5000-ൽ പരം പേരെ ഒരു ദിവസം സ്നാനപ്പെടുത്തുവാനുള്ള വലിയ ഭാഗ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ അവിടെ ലഭിച്ചു. അറിയാമുള്ളവരെ, അത് നിങ്ങളൊന്ന് കാണേണ്ടതാണ്. ആ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഫോട്ടോയിൽ കണ്ടെങ്കിൽ വിശ്വസിക്കത്തുള്ളൂ. പറഞ്ഞു കേട്ടാൽ വിശ്വാസം വരത്തില്ല. അപ്പോൾ പോലീസ് മേഖലകളിൽ പോകാൻ, പോലീസ് സ്റ്റേഷൻസിൽ പോകാൻ, പ്രിസൺസിൽ പോകുവാൻ, മിലിറ്ററി ക്യാമ്പ്സ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പുറത്തുള്ള പാസ്റ്റർമാർ, ബിഷപ്പന്മാർക്ക് കയറാൻ പാടില്ല. അവിടുത്തെ അവർക്ക് ചാപ്ലൈൻസ് ഉണ്ട്. പക്ഷെ ഞാൻ എക്സ് എയർഫോഴ്സ് പോലീസിൽ നിന്നാണ് കേട്ടപ്പോൾ പോലീസുകാർക്ക് പ്രശ്നമില്ല, മിലിറ്ററിക്കാർക്ക് പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഏത് മേഖലകളിൽ ഏത് പ്രൊഫഷനിലായിരിക്കുന്നുവോ നമ്മെ എടുത്ത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് സാധിക്കുമെന്നുള്ളതിന് ഒരു ഉദാഹരണമാണത്. അപ്പോൾ ആ മേഖലകളിലൊക്കെ കർത്താവിന്റെ സാക്ഷിയായിട്ട് നിൽപ്പാൻ ദൈവം ഇടയാക്കി. ദൈവം അനുവദിച്ചാൽ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഭാവിയിൽ നമുക്ക് ആ ഫുൾ സാക്ഷ്യവും അതുപോലെ തന്നെ അതിൻ്റെ ക്ലിപ്പിങ്സ് ഒന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. വലിയൊരു ചലഞ്ച് ജീവിതത്തിൽ വരുവാൻ തക്കണം ഇടയാകും. എനിക്കിങ്ങനെ സന്ദർഭം നൽകി തന്ന എല്ലാ അയർലൻഡ് ഡബ്ലിൻ സഭയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്നെ ശ്രദ്ധിച്ചു കേട്ട എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു.
ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ദൈവത്തിന് എല്ലാ മഹത്വവും കരയറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.